ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും പുതിയൊരാഴ്ചയുടെ ആരംഭ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. കഴിഞ്ഞുപോയ 3-4 മാസങ്ങൾ നമ്മൾ നമ്മുടെ ബഹുമാനായ അച്ഛൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണം വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് പല കാര്യങ്ങളും സംസാരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഏതാണ്ട് നമ്മൾ എത്തി. അതായത് 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ ഒരു അവലോകനം നടത്തുകയായിരുന്നു. അതായത് ഈ 3-4 മാസം നമ്മൾ പറഞ്ഞ മറുപടിയും നമ്മോടുള്ള ചോദ്യങ്ങളും അത് വെച്ചിട്ട് നമ്മളും ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന നിലയിലേക്ക് എത്തി. അല്ലെങ്കിൽ നമ്മുടെ അതുവരെയുള്ള കണ്ടെത്തലുകളും ഒക്കെ ഒന്നുകൂടി ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കി എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഗഹനമായ 4-5 കൂട്ടം കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മുന്നിൽ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ദൈവദാസനുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം കുറച്ച് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തു. അതായത് ആളുകളൊന്ന് ചിന്തിക്കട്ടെ എന്നുള്ള ആ ഒരു തലത്തിലാണ് അദ്ദേഹം അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ മെസ്സേജൊക്കെ വളരെ കുറച്ച് ആളുകളെ കേട്ടിട്ടുള്ളൂ, അങ്ങനെ അധികം പേരൊന്നും കേട്ടിട്ടില്ല. നമ്മളുടെ വിശ്വാസി സമൂഹത്തിന് അത്ര സീരിയസ് ആയ കാര്യങ്ങളല്ല അതൊന്നും, അതുകൊണ്ടാണ് അത് അധികം പേര് കേൾക്കാത്തത്. ശരിക്കും വിശ്വാസികളെ സംബന്ധിച്ച് ആ മെസ്സേജുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്കും സ്നേഹിതർക്കും ഒക്കെ അയച്ചു കൊടുക്കുകയും എന്നിട്ട് അങ്ങനെയുള്ളവരൊക്കെയായി പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും അവരോടൊക്കെ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണത്. കാരണം ഗഹനമായ ചോദ്യങ്ങളാണ് നമ്മൾ റേസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രസൻറ്റ് ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പ്രസൻറ്റ് ചെയ്ത ആ ചോദ്യങ്ങൾ നിങ്ങളിൽ എത്ര പേരുടെ ഉള്ളിലൂടെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇതിനകത്ത് പുതുതായിട്ട് വിശ്വാസ വഴി വന്ന 1-2 പേരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കുറേ പഴക്കമുള്ളവരാണ്. ഞാൻ മൊത്തത്തിലൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളതിനൊരു മറുപടി പറയണം, ആരെങ്കിലും ഒരാളെങ്കിലും ഒരു മറുപടി പറയണം. നമ്മൾ ചോദിച്ചതുപോലത്തെ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നിരുന്നോ കഴിഞ്ഞ നാളുകളിൽ? അത് പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് മുൻപോട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നത്. നിങ്ങളിൽ എത്ര പേരുടെ ഉള്ളിലും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ, അതായത് ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്? പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട്, പൗരോഹിത്യ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഗഹനമായ നിരീക്ഷണം കൊണ്ടുവന്നു. ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്, നിങ്ങളുടെ രീതി എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. മാമുദീശയുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി നിങ്ങൾ എന്താണ് വ്യത്യസ്തമായ നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഒരേ ഒരു പാറ്റേണേ ഉള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു വ്യക്തിയെ ഒരു തവണ മാമുദീസ കൊടുക്കുന്നു. അതായത് ഒന്ന് വെള്ളത്തിലേക്ക് മുക്കുന്നു, അയാൾ പൊങ്ങി വരുന്നു. അതായത് അയാളെ അടക്കുകയാണ്. അടുത്ത ക്ഷണം അയാൾ പരിശുദ്ധാത്മ ശക്തിയിൽ അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തിയിൽ ഉയർത്തു വരുന്നതായിട്ടാണ് അതിൻ്റെ ഒരു പ്രതീകം. ഒരാളെ 3 പ്രാവശ്യം മുക്കേണ്ട ആവശ്യമുണ്ടോ? പിതാവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, അങ്ങനെ 3 പ്രാവശ്യം മുക്കുക എന്ന് വെച്ചാൽ 3 പ്രാവശ്യം അടക്കുക എന്നാണ് വരുന്നത്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറികടന്നു പോവുമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ. സാധാരണ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലൊക്കെ അങ്ങനെയാണ് ആ കാര്യം ചെയ്യാറ്. പിന്നീട് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നൊരു കാര്യമാണ് മൂറോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് മറ്റെന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ എല്ലാം ഓർക്കുന്നില്ല. എനിവേ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതെല്ലാം വെച്ചിട്ട് എൻ്റെ ചോദ്യം, ഈ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ഈ ചോദ്യം ഇതേ നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ വന്നിരുന്നോ കഴിഞ്ഞ നാളുകളിൽ? അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരങ്ങളെ, ആ ദൈവദാസനും ഞാനുമായി സംസാരിച്ചു പോയ കാര്യം അദ്ദേഹത്തിന് അത് വളരെ പ്രയോജനമായിരുന്നു. കാരണം അദ്ദേഹം പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടൊരു വ്യക്തിയാണ്. ആ കാരണത്താൽ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ അവരുടെ രീതിയും കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കണമല്ലോ. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതിലെ ശരിതെറ്റുകൾ എന്താണെന്നൊക്കെ ഗ്രഹിച്ചിട്ട് വേണം സംസാരിക്കണമെങ്കിൽ. അല്ലാതെ സംസാരിച്ചാൽ അവരുമായിട്ട് ആ സംസാരം മുന്നോട്ട് പോകില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ടാണ് കാര്യങ്ങളെ നല്ല നിലയിൽ മനസ്സിലാക്കണം, വിലയിരുത്തണം, പഠിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റു പലർക്കും അദ്ദേഹം അയച്ചു കൊടുത്തു, അവർക്കത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഒരു രീതിയിൽ. അതിന് മറുപടി എന്നോണാണ് ഞാൻ പറഞ്ഞത്, ഇതങ്ങനെ അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല, അധികം പേർക്കും അതിനോട് വലിയ താല്പര്യമില്ല.
എന്തായാലും പലരും മനസ്സുകൊണ്ട് ചിന്തിച്ചു കാണും, എൻ്റെ ദൈവമേ ഇങ്ങനെ ഇതൊന്ന് നിർത്തിയാൽ, എൻ്റെ ദൈവമേ ഇങ്ങനെ ഇത് നിർത്തിയല്ലോ സ്തോത്രം എന്ന് പലരും പറഞ്ഞു കാണുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെയല്ല, നിർത്തരുതെന്നാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് പ്രയോജനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചു. അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണെന്ന് മാത്രം. അത്ര ഗഹനമായ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. കുറേ വാക്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം 2-3 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ മുൻപ് അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം പല വാക്യങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നത്. അതിനെല്ലാം നമ്മൾ ആൻസർ കണ്ടെത്തി. കൃപയാൽ പരിശുദ്ധാത്മ സഹായത്താൽ ആ ഉത്തരങ്ങൾ നമ്മൾ അച്ഛൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചു. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്കത് ചെറിയ കാര്യമായിട്ടാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് ഒട്ടും ചെറുതല്ല. കാരണം ഒരു സെമിനാരി പഠിപ്പിക്കുന്ന അധ്യാപകനായ, അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു കോറെപ്പിസ്കോപ്പയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയുന്നത്. വചനത്തിൽ നിന്ന് നമ്മൾ മറുപടി പറയുകയാണ്. വളരെ ആധികാരികമായ മറുപടികളായിരുന്നു. ആ മറുപടികൾ കേട്ട് കഴിഞ്ഞാൽ, അതായത് വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ കൃത്യതയാർന്ന വിവരണങ്ങൾ നമ്മൾ കൊടുത്തപ്പോൾ അതിന് തിരിച്ചൊന്നും ഒരു മറുപടി പറയാൻ കഴിയില്ല. മുട്ടായിക്ക് വേണേൽ പറയാം, അല്ലാതെ മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അതൊന്നും പ്രചരിപ്പിക്കാനോ മറ്റുള്ളവരിൽ എത്തിക്കാനോ ഉത്സാഹിച്ചില്ല. ഞാൻ പറയുന്ന എല്ലാ മെസ്സേജിൻ്റെ കാര്യമല്ല കേട്ടോ. ചില മെസ്സേജുകൾ സ്പെഷ്യലായിട്ട് വളരെ ഗൗരവമായ മെസ്സേജുകൾ വരും. അങ്ങനെ വരുന്ന മെസ്സേജുകൾ ഇപ്പം നിങ്ങളുടെ ആരുടെയും കാര്യമല്ല, പൊതുവിലാണ് പറയുന്നത്. അത് കേട്ടവരും കണ്ടവരുമായ ഒത്തിരി പേരുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊന്നും അത്ര സീരിയസ് ആയിട്ട് ആ കാര്യത്തിന് ഉത്സാഹിച്ചില്ലെന്നുള്ളൊരു കാര്യം ഞാൻ ഈ അവസാന സമയത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പറയാം. അതുകൊണ്ട് പറയുകയാണ്, വളരെ കുറച്ച് പേര് മാത്രമാണ് ആ കാര്യത്തിലൊക്കെ ഉത്സാഹിക്കുന്നത്. വല്ല വിധത്തിലും ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യാപനം അത് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏത് വിധത്തിലെങ്കിലും ഈ കാര്യങ്ങൾ അനേകരുടെ മുമ്പാകെ എത്തട്ടെ എന്നുള്ള ആ ഒരു വിചാരത്താൽ അവർ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അതായത് അപ്പോൾ ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി എന്നോണം പല കാര്യങ്ങളും പറയാൻ പറ്റുമല്ലോ. ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് മറുപടി പറയാൻ കഴിയും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമായിട്ട് നമ്മളുടെ വിശ്വാസത്തെയും ഉപദേശത്തെയും ആശയങ്ങളെയൊക്കെ പങ്കുവെക്കുവാനുള്ള നല്ല അവസരമാണ്. നിങ്ങളിൽ പലരും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉത്സാഹികളായിരിക്കും. എന്തായാലും ഞാൻ അറിയുന്നില്ല. നിങ്ങളൊക്കെ പല രാജ്യങ്ങളിലിരിക്കുന്നു. ആ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ദൈവരാജ്യ നിമിത്തം അധ്വാനിക്കുന്നു എന്ന് എല്ലാം നമുക്കറിയില്ല. അറിയാവുന്നത് വെച്ച് ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, അങ്ങനെ കഴിഞ്ഞുപോയ മാസങ്ങളിൽ നമ്മൾ വിശ്വാസ സ്നാനവുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അതങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പര്യവസാനിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതിനോടനുബന്ധിച്ച് ചില പ്രിയപ്പെട്ടവർ എന്നോട് സമകാലീന സംഭവങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് സംഭവങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലം എന്ന് പറഞ്ഞാൽ അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ ധാരാളം പ്രസംഗങ്ങളാകട്ടെ, മറ്റു പല വീഡിയോസ് ആകട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ക്രിസ്ത്യൻ മെസ്സേജുകൾ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ സഭാവ്യത്യാസം എന്നിയെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെസ്സേജുകൾ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വിവിധ ഓർഗനൈസേഷനുകളുടെ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഈ എല്ലാവരുടെയും മെസ്സേജുകളൊക്കെ കടന്നു വരും. അത് പള്ളിയിലച്ഛൻ്റെയും വരും, പാസ്റ്ററുടെ വരും, പലരുടെയും കടന്നു വരും. അങ്ങനെ ചില പുരോഹിതന്മാരുടെ മെസ്സേജൊക്കെ കേട്ടവരും ഒക്കെയാണ് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതിന് ചുരുക്കി ഒരു മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു ചോദ്യമാണ്. അപ്പം ചോദിക്കാനുണ്ടായ 2 പ്രചോദനങ്ങളാണ്. ഒന്ന്, അവർ ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പലതരം മെസ്സേജുകളൊക്കെ വരുന്നു. അപ്പോൾ ആ മെസ്സേജുകളിലൂടെയൊക്കെ പുരോഹിതന്മാർ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ, ധാരാളം പുരോഹിതന്മാരിപ്പോൾ അവരുടെ ഈ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പിന്നെ ചില പുരോഹിതന്മാർ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്ന അവരുടെ പഠനങ്ങൾ, ഇതൊക്കെ യൂട്യൂബിലുണ്ട്, എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ പെന്തക്കോസ്റ്റ് സൈഡിലുള്ള ആളുകളുടെ, ബ്രദറൻ സൈഡിൽ ബാപ്റ്റിസ്റ്റുകാരുടെ എന്നു വേണ്ട എല്ലാവരുടെയും മെസ്സേജുകൾ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ ലഭിക്കും. പിന്നെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ദേശത്ത് ക്രൈസ്തവ ഭവനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട പലരും, മര്യാദക്കാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും അല്ലാത്തവരും എല്ലാ തരക്കാരും സൂയിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവരുടെ നില എന്താകും എന്നൊക്കെയാണ് ചിലരുടെ ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് ലളിതമായ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. വിശുദ്ധ തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ ആത്യന്തികമായി ഫൈനൽ ജഡ്ജ്മെൻ്റ് ദൈവത്തിൻ്റെ കരത്തിലാണ്, നമ്മുടെ ആരുടെയും കരത്തിലല്ല. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകൾക്കനുസരിച്ച്, വചനത്തിൻ്റെ പ്രകാശനത്തിനനുസരിച്ച് ഈ വക കാര്യങ്ങൾക്കൊരു മറുപടി പറയാനേ സാധിക്കുകയുള്ളൂ. അതിലപ്പുറം കടന്നുപോയി ഒന്നും പറയാൻ കഴിയില്ല. സാധാരണ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് ഈ എപ്പിസ്കോപ്പൽ സംഭവങ്ങളിലൊക്കെയുള്ള പ്രിയപ്പെട്ടവരൊക്കെയായി ഏതെങ്കിലും ഒക്കേഷനുകളിലൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ. വല്ലോ കല്യാണത്തിനോ മരിപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളോടൊക്കെയുള്ള ബന്ധത്തിൽ സമയം എടുത്ത് ഇങ്ങനെ സംസാരിക്കും പരസ്പരമൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ചിലർ നമ്മൾ ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്നവരെന്നുള്ള നിലയിൽ ചോദിക്കും, ഞങ്ങളുടെ അപ്പച്ചനിപ്പോൾ എവിടെയായിരിക്കും എന്ന് അറിയാമോ, ഞങ്ങളുടെ അമ്മച്ചിയുടെ വണ്ടി എവിടം വരെ എത്തിയെന്ന് അറിയാമോ എന്നൊക്കെ. അതിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയുക? നമുക്ക് ജനറലായിട്ടുള്ള കാര്യമല്ലേ പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരാളുടെ അപ്പച്ചൻ്റെ കാര്യം അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കാകെ പറയാൻ കഴിയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് എൻ്റെ അടുക്കൽ വരികയും വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുകയും, അഥവാ ക്രൂശിൻ്റെ ചുവട്ടിലെത്തുകയും വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുകയും വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഒരു ഷുവർട്ടി ഉണ്ട്, ഗ്യാരണ്ടി അല്ലേ. അങ്ങനെയുള്ളവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് തന്നെയാണ് പറയുന്നത്. പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കൽ വരുമ്പോൾ വികർഷിക്കാതെ ആ ആകർഷണ വലയത്തിലേക്ക് അഭയം ചൊല്ലി ആ ക്രൂശിങ്കൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പണാനുഭവത്തിലേക്ക് വന്ന് ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല എന്ന ആ തത്വം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അത് ഷുവർട്ടിയാണ്. ബാക്കി കാര്യങ്ങളോ ഞാണുമേക്കളികളല്ലേ, ബാക്കി പലരുടെയും ഞാണുമേക്കളികളാണ്. ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയും ഇതിനോട് ചേർത്ത് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പുതുതായി ജനിച്ചില്ലെങ്കിൽ ഒരാൾക്കും ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയില്ല. പുതുതായി ജനിക്കണം. അപ്പോൾ പുതുതായി ജനിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. അതായത് പരിശുദ്ധ റൂഹ ഒരുവൻ്റെ ഉള്ളിലേക്ക് വചനമാകുന്ന വിത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നിലം ഒരുക്കപ്പെട്ടതായിരിക്കണം. അതായത് നിലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹൃദയമാണ്. അങ്ങനെ മുള്ളും പറക്കരയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആ തറഞ്ഞുറഞ്ഞു കിടക്കുന്ന ആ നിലം കാലങ്ങളായിട്ട് അങ്ങനെ മഞ്ഞും മഴയൊന്നും കൊള്ളാതെ അങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്ന ആ ഒരു നിലത്ത് സുവിശേഷം എന്ന കലപ്പ തലങ്ങും വിലങ്ങും പാഞ്ഞ് ആ നിലത്തെ ഉഴുതുമറിക്കണം. അതിലെ വേരുകളൊക്കെ, പാപത്തിൻ്റെ വേരുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെ ഒരുക്കിയ നിലത്തേക്കാണ് പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് കൊണ്ടുവരുന്നത്. ചുമ്മാ കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയി വിത്ത് ആരും വിതയ്ക്കാറില്ലല്ലോ. അപ്പം ശരിയാമണ്ണം ഒരുക്കപ്പെട്ട നിലമാണെങ്കിൽ ആ നിലത്തിലേക്ക് വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അങ്ങനെ ആ വിത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റേതായ ഒരു മുദ്രയും കൂടെ ലഭിക്കുകയാണ്. അങ്ങനെ സീഡും ഷീലും ഒക്കെ ലഭിക്കപ്പെട്ട ആ ജീവിതം, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർ എത്ര നാൾ ജീവിക്കുമെന്നുള്ളതും നമുക്കറിയില്ല. ഈ ഒരു നിലയിലേക്ക് കടന്നു വന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉറപ്പ് പറയാം, അവർ അപ്പസ്തലനായ പൗലോസിനെ പോലെ പ്രത്യാശയുള്ളവരായി, ആ മരണപുനരുത്ഥാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളത്. അല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ എന്ത് ഗ്യാരണ്ടി പറയാനാ സഹോദരങ്ങളെ? ഇനി സൂയിസൈഡിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം വന്നതിൻ്റെ സാരം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മാതാവും തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ജീവിതം അവസാനിപ്പിച്ച ഒരു സംഭവം മധ്യ കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. ആ കുടുംബം എന്ന് പറയുന്നത് കാത്തലിക് കുടുംബമാണ്. അവരെല്ലാം മാമോദീസയേറ്റവരാണ്. ആണ്ട് കുമ്പസാരോ അല്ലാത്ത കുമ്പസാരോ ഒക്കെ കുമ്പസാരിക്കുന്നവരാണ്. പിന്നെ സകല പെരുന്നാളുകളും ഇടപാടുകളും എല്ലാത്തിലും കടന്നു പോകുന്നവരാണ്. നൊവേനയും കുർബാനയും എന്നുവേണ്ട എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ജീവിതം കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജീവിതം കളയുകയാണല്ലോ. അപ്പോൾ പല സാഹചര്യങ്ങളുണ്ട്. ജീവിക്കാൻ ഒരു തരത്തിലും കഴിയില്ല, മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവരവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ലോകപരമായിട്ട് ഓക്കെ, മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ആളുകൾ ചെയ്തു പോകും. പക്ഷെ ക്രൈസ്തവ ലോകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ക്രൈസ്തവ ലോകത്ത് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാനിത് ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല സോദരരെ. അങ്ങനെ ഒരു നടപടിക്രമം ഇവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല? എത്ര വലിയ പ്രശ്നമാണേലും പ്രതിസന്ധിയാണെങ്കിലും
ജീവൻ്റെ ഉടയവൻ കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് അതിന് പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കില്ലേ? ഭർത്താവ് എഗനസ്റ്റ് ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അമ്മയപ്പന്മാർ, അതായത് സ്വന്തം അമ്മയപ്പന്മാർ അവരെതിരായിക്കൊള്ളട്ടെ, സഹോദരങ്ങൾ, അയൽവാസികൾ, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ എല്ലാവരും എതിരായിക്കൊള്ളട്ടെ. അതിനകത്തൊന്നും ഒരു പ്രശ്നം ഉദിക്കുന്നില്ലെന്നേ. അതായത് രണ്ട് കാലം നിലത്ത് ചവിട്ടാനായിട്ട് സ്പേസ് ഇല്ല, ഏറി നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാലും സാരമില്ല, അതിൻ്റെ എല്ലാ നടുവിൽ നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുകയാണ്. ആ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതാണ് ക്രിസ്ത്യാനിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ബോധ്യങ്ങൾ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനാണെങ്കിൽ, അവിടെ ഞാൻ പറഞ്ഞത് വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന വിഷയമാണത്. അങ്ങനെ ഒരു ബോധ്യം എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലില്ല, വലിയ പങ്കിൻ്റെ ഉള്ളിലില്ല. അങ്ങനെ ഒരു ബോധ്യം എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള വലിയ പങ്ക് ആളുകളുടെ ഉള്ളിലില്ല. ഞാൻ തുറന്നാണ് സംസാരിക്കുന്നത്, അതായത് പൊതിഞ്ഞു വെച്ചല്ല സംസാരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ കാണണമല്ലോ. അങ്ങനെ പൊതിഞ്ഞു വെച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? കാലം ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വാസ്തവമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കപ്പെട്ടു എന്ന ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഭയം വരും. കാരണം ജീവൻ്റെ ഉടയവൻ ആരാ? അതൊക്കെ ഒരു ക്രൈസ്തവമായ ബോധ്യങ്ങളാണ്. വലിയവനായ ദൈവമാണ് ജീവൻ്റെ ഉടയവൻ എന്നുള്ളത്. അതിൽ തൊട്ട് കളിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പം എത്ര നല്ല വ്യക്തിയായിരുന്നാലും, അതായത് വളരെ സൗമ്യതയായിരുന്നു, ശാന്തതയായിരുന്നു, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല, പിന്നെ എല്ലാവർക്കും പരോപകാരിയായിരുന്നു, അങ്ങനെ 100,000 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. ഈ അടുത്ത കാലത്ത് എത്രയോ പേരാണ് അങ്ങനെ ക്രൈസ്തവ ലോകത്ത് ഇതുപോലെ സൂയിസൈഡ് ചെയ്തത്. പാസ്റ്റർമാർ സൂയിസൈഡ് ചെയ്യുന്നു, വിശ്വാസികൾ സൂയിസൈഡ് ചെയ്യുന്നു. പിന്നെ ഇനി എപ്പിസ്കോപ്പൽ സഭക്കാരെയൊക്കെ പറയണോ? അവർ 56-ാം ദിവസത്തിൽ വെള്ളം തെളിച്ച് പാപമോചനം മേടിച്ച ആൾക്കാരാണ്. ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയാണോ? വ്യക്തമായി പാപബോധം ലഭിക്കപ്പെട്ട് വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് അങ്ങനെ മുൻപോട്ട് പോയ ആളുകൾ അവരുടെ ജീവിതം എന്തൊക്കെയോ കാരണങ്ങളാൽ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അതൊന്നും വിലപ്പോവില്ല. കഠിനമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. ശിക്ഷയുടെ പേര് ഇത്രയേ ഉള്ളൂ, മരണം. അവരെ കാത്തിരിക്കുന്നത് മരണമാണ്. ആര് സൂയിസൈഡ് ചെയ്താലും, ഏത് വ്യക്തി സൂയിസൈഡ് ചെയ്താലും മരണത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ രണ്ട് രീതി പറയാം. അതായത് വീണ്ടും ജനിച്ച് വിശ്വാസ വഴിയിൽ സഞ്ചരിച്ചവൻ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, അതായത് കീഴേ പാതാളത്തിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യമോ? രക്ഷാനുഭവത്തിലേക്ക് വരാതെ, ക്രൂശിൻ്റെ ചുവട്ടിൽ സറണ്ടർ ചെയ്യാതെ, വീണ്ടും ജനനാനുഭവം ഇല്ലാത്ത ആളുകൾ മരിച്ചാൽ അത് സ്വാഭാവികമായി അവർ മരിച്ചാൽ എവിടെ പോവോ അവിടേക്ക് തന്നെ പോകും. അതിനകത്ത് പ്രത്യേക കാരണമൊന്നുമില്ല. സൂയിസൈഡ് ചെയ്ത് എന്നാലും ഇനി അല്ല, സ്വാഭാവിക മരണമാണെങ്കിൽ പോലും അവർ ചെന്നെത്താൻ പോകുന്ന സ്ഥലം ഈ പറഞ്ഞ കീഴേ പാതാളമായിരിക്കും. അതായത് യാതനാ സ്ഥലത്തേക്കാണ് ഇപ്പോൾ കടന്നു പോകാനായിട്ട് കഴിയുന്നത്. ഇന്ന് ക്രിസ്തു ഇല്ലാതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചെന്നെത്തുന്നത് നമ്മൾ പറഞ്ഞ പോലെ യാതനാ സ്ഥലത്താണ്, അഥവാ ടോർമെൻറ്റിംഗ് പ്ലേസിലാണ്. അതേസമയം ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ആ വ്യക്തി ചെന്നെത്തുന്നത് ദൈവം ഒരുക്കുന്ന വിശ്രമസ്ഥലത്താണ്. ദൈവം ഒരുക്കുന്ന വിശ്രമസ്ഥലം, അതിനെക്കുറിച്ച് സൂക്ഷ്മം ചോദിച്ചാൽ നമ്മളാരും പോയി കണ്ടിട്ടില്ല. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഉയരത്തിൽ ദൈവം ഒരുക്കിയ ഒരു സങ്കേതമാണ് ആ വിശ്രമസ്ഥലം എന്ന് പറയുന്നത്. സ്വർഗീയ പർദീസ എന്നൊക്കെയാണ് സാധാരണ ഭക്തന്മാർ പറയുന്നത്. അതായത് പർദീസയെക്കുറിച്ച് കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് വരെ മനസ്സിലാക്കിയിരുന്നത് അത് അബ്രഹാമിൻ്റെ മാറുവിടം എന്നുള്ള നിലയിൽ, ബോസം ഓഫ് എബ്രഹാം എന്ന നിലയിൽ അത് പാതാളത്തിൻ്റെ ഒരു തട്ടായിരുന്നു. പാതാളത്തിൻ്റെ 2 തട്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒന്ന് യാതനാസ്ഥലവും മറ്റൊന്ന് അബ്രഹാമിൻ്റെ മാറുവിടം അഥവാ മടി എന്നൊക്കെ പറയും. അത് പിന്നത്തേതിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് ഉയരത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ, അത് എവിടെയാണെന്ന് സൂക്ഷ്മം നമുക്ക് ലൊക്കേഷനൊന്നും പറയാൻ കഴിയില്ല. ദൈവം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് വിശുദ്ധന്മാരെ കൊണ്ടുപോകുന്നത്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ അങ്ങനെയാണ് പോകുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇവാഞ്ചലിക്കൽ ചർച്ചസ്, പിന്നീട് വേർപെട്ട സഭകൾ, ഇവരൊന്നും ഈ മരണാനന്തര കർമ്മങ്ങൾക്കും ശുശ്രൂഷകൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരല്ല. അതേസമയം എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെ 2-3 പ്രബല സമൂഹങ്ങളുണ്ട്. എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ 2 കൂട്ടമാണ് കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ്. പിന്നെ വേറെയുണ്ട് ഈ നൊസ്തോറിയൻസ് എന്ന് പറയുന്ന ഈ തൃശ്ശൂർ കേന്ദ്രമാക്കിയുള്ള സുറായിക്കാർ. അതുപോലെ ഇതിൻ്റെ വകഭേദങ്ങളായ പല ഗ്രൂപ്പുകളും ലോകത്തിൻ്റെ പല കോണുകളിലും ഉണ്ട്.
അത്തരക്കാരെല്ലാം മരണാനന്തര ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ബാക്കിയുള്ളവരാരും മരണശേഷം മരണാനന്തരമായ, അതായത് മരണാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായ രീതിയിൽ കൊണ്ടുപോയി ശവമടക്കും, ഫ്യൂണറൽ സർവീസൊക്കെ നടത്തും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് അതിന് ശേഷമുള്ള കർമ്മങ്ങളുണ്ടല്ലോ, പരേതൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, പരേതനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പൊടിക്കൈകൾ, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ പറയപ്പെട്ട കൂട്ടങ്ങളിലില്ല. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പുകളിലൊക്കെ അതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ചോയ്സ് അവിടെ ഉള്ളതുകൊണ്ടും ഒരു സ്കോപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ആ കൂട്ടങ്ങളിലുള്ള ആളുകൾ കൂടുതൽ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടായിരിക്കും. യോജിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചിന്തിക്കുന്നത് എന്താ, അങ്ങനെ അവസാനിപ്പിച്ചാലും സാരമില്ല. പണ്ട് കാലത്തൊക്കെ ആയിരുന്നു അവർ ഈ തെമ്മാടിക്കുഴിയിലൊക്കെ കൊണ്ടുപോയി അടക്കുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും അടക്കുന്നില്ലല്ലോ. ഇപ്പം നല്ല രീതിയിലുള്ള ശവടക്കൊക്കെ കിട്ടും, ആരും മോശമായിട്ടൊന്നും പറയില്ല, നല്ല രീതിയിലാണ്. സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരും. ആത്മഹത്യയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് തരും. നമ്മുടെ അവതാരങ്ങളെയൊക്കെ ആളുകൾ വാഴ്ത്തി പുകഴ്ത്തും, സൽസ്വഭാവിയായിരുന്നു, പിന്നെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത്, സിമ്പതി ധാരാളം ലഭിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഒരു പിന്തുണ നമുക്ക് ലഭിക്കുമെന്നുള്ളതൊരു സത്യമാണ്. പിന്തുണ ലഭിക്കുമെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു ഉത്സാഹം ലഭിക്കും, കൂടുതൽ ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ളത്. അതേസമയം വേർപെട്ട സമൂഹങ്ങൾ എന്ന് പറയുന്ന പെന്തക്കോസ്ത് മുതലായ കൂട്ടങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ ഇടയിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊരു സാഹസം വരുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വലിയ പങ്കും വചനനിശ്ചയം ഇല്ലാത്തത് കൊണ്ടും, ഇപ്പോൾ അവർ 56 ദിവസം കൊച്ചിൻ്റെ തലയിൽ വെള്ളം തളിക്കുന്നതുകൊണ്ട് കൊച്ചിന് പാപബോധം വന്നില്ലെന്നും പാപത്തിൻ്റെ ഗൗരവം എന്തെന്നും ന്യായവിധിയുടെ കാഠിന്യം എന്തെന്നും അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെയും അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ല പലർക്കും. നമ്മൾ ഈ കാര്യം പറയുന്നത് ഏത് വാക്യം വെച്ചിട്ടാ? യോഹന്നാൻ 16:8 വെച്ചിട്ടാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരുവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുമെന്നുള്ളത്. അതായത് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഒരുവനിൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ പരിവർത്തിക്കാം. അങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള കഠിനമായ ബോധ്യം വന്നിട്ട് ദൈവസന്നിധിയിൽ അലമുറയിട്ട് വീണ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട് ആ വിടുതൽ അനുഭവിച്ച് വിടുതലിൻ്റെ ആ ആസ്വാദ്യതയിൽ മുൻപോട്ട് പോകുന്നവരുണ്ട്. അതായത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? അതായത് ഒരിക്കൽ നമുക്ക് പാപത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതൽ, അതായത് അന്ധന്മാരായിരുന്ന നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്, പ്രകാശനം ലഭിക്കുകയാണ്. അങ്ങനെ സ്വർഗീയദാനം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷ ആസ്വദിച്ചു എന്നുള്ളതാണ്. രക്ഷ ആസ്വദിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷ ആസ്വദിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ രക്ഷ ആസ്വദിച്ച് മുൻപോട്ട് വന്ന വ്യക്തികൾ അവർ ഇങ്ങനെയുള്ള പ്രക്രിയയിലേക്ക് പോയി വീഴുക എന്ന് പറയുന്നത് അത് റയറായിട്ടുള്ള കാര്യമാണ്. അതേസമയം നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് ഒരു പാസ്റ്റർ സൂയിസൈഡ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു വിഷാദ രോഗിയായിരുന്നു എന്നുള്ള നിലയിലാണ്. അതായത് പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെന്നോ എന്തൊക്കെയുമാണ് ഈ വായനയിലൂടെ മനസ്സിലായത്. അപ്പോൾ വിഷാദരോഗം എന്ന് പറയുന്നത് അതിന് പിന്നിലൊക്കെ വേറെ ആത്മാവിൻ്റെ വ്യാപാരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമല്ല. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഒരുവനിൽ ഉണ്ടെങ്കിൽ പൗലോസ് പറയുന്ന പോലെ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സന്തോഷിപ്പിൻ, പിന്നെയും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അങ്ങനെ സന്തോഷിക്കേണ്ടവരാണ് ദൈവമക്കൾ, വിശേഷിച്ച് സത്യക്രിസ്ത്യാനികൾ. കാരണം പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് നമ്മൾ തെറ്റിയൊഴിഞ്ഞവരാണ്. അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് എവിടെയായിരുന്നു? തീപ്പൊയ്കയിൽ ചെന്നെത്തേണ്ടതായിരുന്നു. അങ്ങനെ തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ രക്ഷിച്ച് ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആനന്ദിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? സന്തോഷിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്. അങ്ങനെ ആനന്ദ ജീവിതം നയിക്കുന്ന ഒരാളെങ്ങനെ വിഷാദരോഗിയാകുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഓരോ സ്പിരിറ്റുകളുടെ വ്യാപാരമുണ്ട്. ആ സ്പിരിറ്റുകൾ അവരെക്കാൾ വലിയ സ്പിരിറ്റുകളെയും കൂടെ വേറെ കൂട്ടിക്കൊണ്ട് വരും. വിഷാദത്തിന് ഒരുവനെ അടിമപ്പെടുത്തുന്ന സ്പിരിറ്റുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ സ്പിരിറ്റുകളുടെ കൂട്ടുകാരായ വേറെ ഒത്തിരി സ്പിരിറ്റുകളുണ്ട്. ആ സ്പിരിറ്റുകളെ ഈ സ്പിരിറ്റുകൾ ആകർഷിച്ച് കൊണ്ടുവരുമായിരിക്കും. അതായത് സൂയിസൈഡിൻ്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് തന്നെയാണ്. ആ സ്പിരിറ്റിൻ്റെ വ്യാപാരം ഈ വ്യക്തികളിൽ ആരംഭിക്കും. വിഷാദം പിന്നെ പോയി എവിടെ അവസാനിക്കുന്നത്? നിരാശയിലല്ലേ? അങ്ങനെ നിരാശയിലേക്ക് കൂപ്പുകുത്തി കഴിയുമ്പോൾ മറ്റേ സ്പിരിറ്റ് ഇങ്ങനെ വന്ന് റെഡിയായി നിൽക്കുകയായിരിക്കും. മറ്റേ സ്പിരിറ്റ് വന്ന്
റെഡിയായി നിൽക്കുകയായിരിക്കും. ഞാനിതാ റെഡി, എപ്പോഴാണ് നമ്മൾ പോകുന്നത്? വളരെ ശാന്തമായിട്ടായിരിക്കും നമ്മളോട് മന്ത്രിക്കുന്നത്. നമുക്ക് പോയേക്കാം. ഈ ദുഷ്ടലോകത്ത്, ഈ വല്ലാത്ത ലോകത്ത് നിന്നെ ആരും സ്നേഹിക്കാനില്ല, നിന്നെ ആരും കരുതുന്നില്ല. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഭർത്താവ് ഇങ്ങനെ, ഭാര്യ ഇങ്ങനെ, മക്കളിങ്ങനെ, അമ്മയപ്പന്മാരിങ്ങനെ, എന്ന് വേണ്ട, അവസാനിപ്പിച്ചേക്കാം. ദൈവം പോലും കൈവിട്ട ഒരു ജീവിതമാണ് നിൻ്റേത്. ദൈവ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു, കരുതുന്ന ദൈവമാണെന്നും ഒക്കെ കഴിഞ്ഞ നാളുകളിലേക്ക് പല പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ചായിരുന്നു. അതൊക്കെ ചുമ്മാ മൈതാന പ്രസംഗമായിരുന്നു. സത്യത്തിൽ അതൊന്നുമല്ല സത്യം. നിൻ്റെ കാര്യത്തിൽ നിനക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ, നിന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള മന്ത്രണം സാത്താൻ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആളുകൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ശരിയായ ദിശ വന്നവരൊക്കെയാണ്. കാലാന്തരത്തിൽ മറ്റ് സ്പിരിറ്റുകളുടെ സ്വാധീന വലയത്തിൽ അകപ്പെട്ട്, ഞാൻ പറഞ്ഞ പോലെ നിരാശയിലും മറ്റും ഒക്കെ അകപ്പെടുകയാണ്. അങ്ങനെ അകപ്പെട്ട് അവരൊരു വല്ലാത്ത നിലയിൽ ഉന്തിത്തള്ളി അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ കണ്ടിട്ടുണ്ടോ? ധാരാളം പേരുണ്ട്. അങ്ങനെ ധാരാളം പേരുണ്ട്. അതിന് പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട്, പല കാരണങ്ങൾ. ശരിക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന ഒരുവനെ അവനെ സ്പർശിക്കാൻ ഒന്നിനും സാധ്യമല്ല. എന്തു വലിയ പ്രശ്നമായിക്കോട്ടെ, ഓഫീസിലെ പ്രശ്നമായിക്കൊള്ളട്ടെ, വീട്ടിലെ പ്രശ്നമായിക്കൊള്ളട്ടെ, അതിന് ഇതൊന്നുമല്ല അതിൻ്റെ മാർഗം, പരിഹാര മാർഗം എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ജാതീയ സമൂഹങ്ങളിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അവർക്ക് വീണ്ടും വിചാരമില്ല, നാളെയെക്കുറിച്ചൊരു ചിന്തയില്ല, മറ്റന്നാളത്തെക്കുറിച്ചൊരു ചിന്തയൊന്നുമില്ല. അതേസമയം ഒരു ദൈവ പൈതൽ വീണ്ടും ജനിച്ച ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ ഉത്തമമായ ഒരു ബോധ്യമുള്ളത് എന്താ? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ്, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. എങ്ങോട്ടാണ് ഫയൽ പോകുന്നത്? അതായത് ഞാനിപ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയാണല്ലോ. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ ചെല്ലുന്നത് ഈ പറഞ്ഞ യാതനാ സ്ഥലത്താണ്, അഥവാ ടോർമെൻറ്റിങ് പ്ലേസിലാണ്. അവിടെ ചെന്ന് പെടുന്ന ഞാൻ രണ്ടാം പുനരുത്ഥാനത്തിൽ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ചെല്ലും. അന്ന് ഞാൻ ഈ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും, അതായത് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു പോയതിൻ്റെ പേരിൽ അവൻ്റെ ജഡ്ജ്മെൻറ്റ് ഷീറ്റിൽ അതൊക്കെ കാണും. അതേസമയം ക്രിസ്തുവിനെ കണ്ടെത്താതെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാതെ ഈ ഭൂമിയിൽ തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ച വ്യക്തികളോടുള്ള ബന്ധത്തിലാണെങ്കിൽ സൂയിസൈഡല്ല അവിടുത്തെ പ്രാധാന്യം. അവർ പാപത്തിൽ തന്നെ ജീവിച്ചു, പാപത്തിൽ മരിച്ചു. അങ്ങനെയുള്ള വ്യക്തികൾ സ്വാഭാവികമായും ആ ജഡ്ജ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവർ തീപ്പൊയ്കയിലേക്ക് പോകും. അതാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? പാപത്തിൽ മരിക്കുന്ന വ്യക്തി, ഇതെല്ലാം പാപത്തിൻ്റെ ഭാഗമാണ്. സൂയിസൈഡൊക്കെ പാപത്തിൻ്റെ ഭാഗമാണ്. ആരെല്ലാം വെള്ളം പൂശിയാലും ദൈവം കരുണാമയനാണെന്നോ, ദയാനിധിയാണെന്നോ, കരുണാനിധിയാണെന്നോ, കൃപാനിധിയാണെന്നോ ഒക്കെ ആളുകൾ പറയും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിവേകമാണ്. അത് ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതായത് ദൈവത്തിൽ ഒരാൾ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിലൊരു വ്യക്തി ആശ്രയിക്കുകയാണ്, ഇനി ഒരു ചുവട് വയ്ക്കാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ കഴുത്തേൽ കയറ് വീഴ്ത്തുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന ആ ഒരു സ്റ്റെപ്പിലെത്തിയാൽ പോലും അവൻ സറണ്ടർ ചെയ്താൽ അവനെ പൊന്നുപോലെ നോക്കുന്നൊരു സ്വർഗീയ പിതാവുണ്ട്. അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. പക്ഷെ അവനത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മരണവും പിന്നത്തേതിൽ ന്യായവിധിയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവൻ പിന്നത്തേതിൽ ന്യായവിധിക്ക് വെള്ളസിംഹാസനത്തിന് മുമ്പാകെയാണ് വരേണ്ടി വരിക. വെള്ളസിംഹാസനത്തിന് മുമ്പാകെ. അത് കഠിനമായ ന്യായവിധിയാണ്. താങ്ങാൻ കഴിയില്ല. പിന്നെ സ്വർഗദൂതന്മാർ തൂക്കിയവരേറായിരിക്കും ലേക്ക് ഓഫ് ഫയറിലേക്ക്. അതായത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്നാണ്. അത് ചില യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും കത്തോലിക്കരും ഒക്കെ കളിയാക്കി പറയും. അങ്ങനെയൊന്നും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ദൈവം ഭയങ്കര സ്നേഹമാണെന്ന്. ആ സ്നേഹവാനായ കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളായത്. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ചില കാറ്റഗറിയിൽപ്പെട്ടവരെ കുറിച്ചൊക്കെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അത്തരക്കാരൊക്കെ പിന്നത്തേതിൽ ഏറ്റവും അകത്തുള്ള ഇരുട്ടിലേക്ക് പോകുന്നു, ഏറ്റവും കഠിനമേറിയ ശിക്ഷയിലേക്ക് പോകുന്നു ഒക്കെ ഉള്ളത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. കർത്താവ് കരുണാനിധിയാണല്ലോ, കർത്താവ് സ്നേഹനിധിയാണല്ലോ. പക്ഷെ അതേ കർത്താവ് തന്നെയാണ് പറഞ്ഞത്. ഏതെങ്കിലും പെന്തിക്കോസുകാരനൊന്നും പറഞ്ഞതല്ലാതെ നമ്മൾ കർത്താവ് പറഞ്ഞതിനെ അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ്. അതിനകത്ത് പിന്നെ ഒരു ക്വസ്റ്റ്യനോ അതിനെന്തെങ്കിലും ഭേദഗതി ഉണ്ടോ എന്നൊന്നും ചോദിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല.
നമ്മളെ സംബന്ധിച്ച് ലഭിക്കപ്പെട്ട ജീവിതം ദൈവഭയത്തിൽ ജീവിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്. ഇതിനോടുള്ള ബന്ധത്തിൽ പൊതുവെ നമ്മുടെ ക്രൈസ്തവ ലോകത്ത് സംസാരിക്കുന്ന ചില കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വേഗം പറഞ്ഞേക്കാം. അതായത് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ പെന്തക്കോസ്ത്, ബ്രദറൻ മുതലായ ഈ വേർപെട്ട സമൂഹങ്ങളൊക്കെ അത്തരക്കാർ മരണാനന്തര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അതായത് വ്യക്തിയെ കൊണ്ടുപോയി നല്ല രീതിയിൽ ആ ശുശ്രൂഷ പൂർത്തീകരിച്ച് അടക്കും. അത് കഴിഞ്ഞാൽ ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആ വ്യക്തിക്ക് വേണ്ടി മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യുകയൊന്നും ചെയ്യുന്നവരല്ല വേർപെട്ട സമൂഹത്തിൽപ്പെട്ടവർ, വിശേഷിച്ച് നമ്മുടെ കാര്യം പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ പ്രബല സമൂഹങ്ങളായ കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് അവരൊക്കെ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. കേൾക്കാത്തവരൊന്നുമല്ല, കേട്ടിട്ട് തന്നെയാണ് ചോദ്യങ്ങളുള്ളത്. അവർ വളരെ സവിസ്തരമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പെന്തക്കോസ്ത് ലോകത്തുള്ള ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, 115 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, അതിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പിൻ. ഇത് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് പ്രയോഗിക്കുന്ന വാക്യമാണ്. രണ്ടു കൂട്ടരും എടുത്ത് കൈകാര്യം ചെയ്യുന്ന വാക്യമാണ്. മരിച്ച വ്യക്തികളോടുള്ള ബന്ധത്തിൽ പൊതുവേ പറയുന്നൊരു കാര്യമാണിത്. ഈ 115 സങ്കീർത്തനം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ താഴേക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് താഴേക്ക് വന്നിട്ടാണ് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പം ഈ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ അവരുടെ പഠിപ്പീരനുസരിച്ച് അവരുടെ ജനം മരിക്കുന്നു എന്നുള്ളത് സാധാരണ പൊതുവായി പറയുന്ന ഒരു പദപ്രയോഗമാണെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രപരമായി സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. വാങ്ങിപ്പോയവരെന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരെന്നുള്ള അർത്ഥം വരുമാറ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ശരിയായ ബോധ്യമാണത്. അത് അവർ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഇല്ലയോ എന്നുള്ളതൊക്കെ അത് വേറെ ചർച്ചയാണ്. അപ്പോൾ ശരിക്കും ഒരു ക്രൈസ്തവൻ മരിക്കുന്നില്ല. ക്രൈസ്തവൻ മരിക്കുന്നുണ്ടോ? നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നും അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്നും ഒക്കെ കാണുന്നത് പുത്രനുള്ളവന് മരണമില്ലെന്നുള്ളതാണ്. സുവിശേഷത്താൽ നാം വീണ്ടും ജനിക്കുമ്പോൾ, 2 തിമോഥെയോസ് 1:10 വാക്യമാണ് ഞാൻ പറയുന്നത്, സുവിശേഷത്താൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മിൽ നിന്നും മരണം നീങ്ങുകയും തൽസ്ഥാനത്തേക്ക് ജീവൻ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവാണ് ജീവനുമായി വരുന്നത്. അതായത് വചനമാകുന്ന വിത്ത് അകത്തു കൊണ്ടുവരുമ്പോൾ ആ വിത്തിൽ ജീവനുണ്ട്. അങ്ങനെ ജീവൻ നമ്മുടെ അകത്തേക്ക് വരികയാണ്. അങ്ങനെ ജീവൻ ലഭിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ചിരഞ്ജീവികളായി മാറുകയാണ്. വാസ്തവമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെല്ലാം നാം ഓരോരുത്തരും മരണത്തെ മറികടന്നവരാണ്. മരണത്തെ മറികടന്ന് ജീവനിലേക്ക് പ്രവേശിച്ചവരാണ്. അതെങ്ങനെയാ? ക്രിസ്തുവിനെ കൈക്കൊണ്ടത് നിമിത്തം നാം ജീവനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇനി നമുക്ക് മരണമില്ല. പിന്നെ എന്താ ഉള്ളത്? നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് ഒരു ചെറിയ ഷിഫ്റ്റ്. ഈ മൺമയമായ കൂടാരത്തിൽ നിന്നൊരു വിൺമയമായ കൂടാരത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ് സാധാരണ നമ്മൾ പറയാറ്. അതിൻ്റെ മനോഹരമായൊരു വാക്ക് തന്നെയാണ് വാങ്ങിപ്പോയവർ. അതായത് നമ്മെ വിട്ട് പിരിഞ്ഞു പോയവരെ സംബന്ധിച്ച് പറയുമ്പോൾ വാങ്ങിപ്പോയവരെന്ന് പറയും. അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യം ഓക്കെയാ. അതായത് ഒരു സത്യക്രിസ്ത്യാനി, ഞാനത് ഓർത്തഡോക്സുകാരനെന്നോ പെന്തിക്കോസുകാരനെന്നോ ഒന്നും അല്ല കേട്ടോ പറയുന്നത്, ഒരു സത്യക്രിസ്ത്യാനി, വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ വാസ്തവമായും വചനമാകുന്ന വിത്ത് അകത്തു വന്ന് വീണ്ടും ജനനാനുഭവത്തിൽ ദൈവരാജ്യത്തിൽ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോയി അവർക്ക് വെച്ച സമയം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ വാങ്ങിപ്പോകുന്നു. ആ വാങ്ങിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് അവർ വിശ്രമസ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വിശ്രമസ്ഥലത്തേക്ക് പോകുന്ന അവരെ മരിച്ചവരെന്നല്ല ക്രൈസ്തവ സഭ പരിഗണിക്കുന്നത്. ഈ വാക്യം സാധാരണ പെന്തക്കോസ്ത് ലോകത്തുള്ള ആളുകൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്യമാണ്. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ക്രൈസ്തവൻ മരിച്ചവനാണോ?
അവൻ ജീവിക്കുകയല്ലേ. അവൻ മൺമയമായ കൂടാരത്തിൽ നിന്ന് ഒരു വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു, മൺമയമായ കൂടാരത്തിൽ നിന്ന് വിൺമയമായ കൂടാരത്തിലേക്കെന്ന്. എന്നാൽ ഇതിന് രണ്ടിനും ഇടയിൽ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതായത് ഒരു വിശ്രമ സമയമുണ്ട്. കാരണം കാഹളം ധരിച്ച് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴാണ് വിൺമയ ശരീരം ലഭിക്കുന്നത്. അതുവരെയുള്ള പീരീഡിലുള്ള വാസത്തിനാണ് അല്പം മുമ്പ് പറഞ്ഞത് അവർ വിശ്രമസ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ വിശ്രമിക്കുന്ന ആളുകൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മെസ്സേജിനകത്ത് ഒരാളൊരു കമൻ്റ് എഴുതിയായിരുന്നു. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസ വഴിയിൽ വന്ന വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്നത് ഓർത്തഡോക്സോ യാക്കോബയോ വല്ലതും ഒക്കെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കുർബാനയോടുള്ള ബന്ധത്തിൽ അവിടെ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മരിച്ചവർക്ക് വേണ്ടി ഒരു സ്പേസ് അവർ മനസ്സാലെ കാണുന്നുണ്ട്. മരിച്ചവർ സമ്മേളിക്കുന്ന ഒരിടം. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അതൊക്കെ. മരിച്ചവർ സമ്മേളിക്കുന്നുണ്ട് കുർബാനയിൽ. അവർ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ട പുനരുദ്ധാനം ലഭിക്കും എന്നുള്ളതാണ് ആ സമൂഹത്തിൻ്റെ ഒരു പഠിപ്പീരും കാര്യങ്ങളുമൊക്കെ. ശരിക്കും അതെല്ലാം വചനവിരുദ്ധമാണ്, പക്ക വചനവിരുദ്ധമാണ്. അതിന് തെളിവുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഊഹാപോഹങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഒരു 4-5 അച്ഛന്മാരുടെ ഈ വിഷയത്തിലുള്ള അവരുടെ ചിന്തകളെടുത്ത് നോക്കി, അവരുടെ എഴുത്തും പഠനവും പ്രസംഗവും ഒക്കെ നോക്കിയപ്പോൾ അതിനൊക്കെ വേണ്ടി അവരെടുക്കുന്ന വാക്യങ്ങളൊക്കെ വിസ്മയകരമായ വാക്യങ്ങളാണ്. ഒരു ഡോക്ടറേറ്റുള്ള യൗവനക്കാരനായ ഒരു അച്ഛൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നത് മധ്യസ്ഥതയുണ്ട്, മരണാനന്തര മധ്യസ്ഥതയുണ്ട്. അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ മധ്യസ്ഥതയണച്ചു. നോക്കണം, ഞാൻ ഞെട്ടിപ്പോയി. സെമിനാരിൽ പോയി നല്ല രീതിയിലൊക്കെ പഠിച്ചു വന്ന ആളാണ് അദ്ദേഹം. ഡോക്ടറേറ്റൊക്കെ ഉണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പുള്ളി പറയാണ്, ഇത്തരത്തിലൊരു മധ്യസ്ഥതയുണ്ട്. ധനവാൻ മധ്യസ്ഥത അണച്ചു അബ്രഹാം പിതാവിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് നമുക്കും മധ്യസ്ഥത അണയ്ക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യന്മാർ ഇങ്ങനെ മണ്ടന്മാരാവുമോ? അതായത് ഈ ധനവാൻ മധ്യസ്ഥത അണച്ചതുകൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടായോ എന്നൊരു ചോദ്യമില്ലേ? ആ മധ്യസ്ഥതയ്ക്ക് പ്രയോജനം ലഭിച്ചോ? ഉത്തരം ലഭിച്ചോ? എന്താ മറുപടി ലഭിച്ചത്? ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. ധനവാനായ പ്രിയരെ, നീ ഉണർത്തിച്ച നിന്റെ ആവശ്യകത, നീ മധ്യസ്ഥ അണച്ച കാര്യത്തിന് മറുപടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെയുണ്ട്. നിന്റെ സഹോദരന്മാരോട് പറയുക അവരെ പോയി കണ്ടെത്താൻ. അത് സഹോദരന്മാരോട് പറയാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. നിന്റെ സഹോദരന്മാർ അവിടെ മോശയും പ്രവാചകന്മാരെയൊക്കെ കണ്ടെത്തി അവരവരുടെ നിത്യത ഉറപ്പിക്കട്ടെ. അബ്രഹാമിൻ്റെ മാർവിടത്തിലേക്ക് വരുവാൻ അവർ ഉത്സാഹിക്കട്ടെ, നിന്റെ അടുക്ക വരാതിരിക്കാൻ. അതാണ് അതിൻ്റെ മറുപടി ഉള്ളൂ. അല്ലാതെ വേറെ മറുപടി ഉണ്ടോ? അത് വെച്ചിട്ട് നമ്മളെ എന്ത് മധ്യസ്ഥതയാണ് പറയുന്നത്? അത് വെച്ചിട്ട് മധ്യസ്ഥതയുണ്ടോ? പിന്നെ പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പഴയ നിയമത്തിലെ മരിച്ചവരോടുള്ള ബഹുമാനാർത്ഥം യാക്കോബ് മരിച്ചപ്പോൾ ഏതാണ്ട് 10-70 ദിവസം വിലാപം കഴിച്ചു. അതൊക്കെ അത്രയും ദിവസം വിലാപം കഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു കരുതലും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളാണെന്നൊക്കെയാണ്. ബൈബിളിൽ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ആകെ വിലാപം കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ പുതിയ നിയമത്തിലും അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സ്തേഫാനോസുമായി ബന്ധപ്പെട്ടാണല്ലോ 7-8 അധ്യായമൊക്കെ നിൽക്കുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. സ്തേഫാനോസിനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചെന്ന്. അത് മരണാനന്തരമുള്ള കർമ്മങ്ങളോ ശുശ്രൂഷകളോ വല്ലതും ഒക്കെ ആയിട്ടാണോ നമ്മൾ പരിഗണിക്കുന്നത്? അതെങ്ങനെ പരിഗണിക്കാൻ കഴിയും? വലിയ പാണ്ഡിത്യമുള്ള അച്ഛന്മാർ പറയുന്ന കാര്യമാണ് പ്രലാപം കഴിച്ചെന്ന്. അതായത് നോക്കണം, ഇവരെല്ലാം യഹൂദ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ക്രിസ്തീയ സഭ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 2 വർഷത്തിൻ്റെ ഒരു പ്രായമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അവരിലെല്ലാം ആ യഹൂദ പശ്ചാത്തലം കിടപ്പുണ്ട്, യഹൂദ രീതികളുണ്ട്, അവിടെ നാടിൻ്റെ സംസ്കാരമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് ഒരു വിലാപം, യഹൂദന്മാരുടെ രീതിയാണത്.
അപ്പോൾ ആ രീതിയിൽ അവർ ഒരു പ്രലാപം കഴിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ സ്തേഫാനോസിൻ്റെ ആത്മാവിനെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടി പ്രലാപം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സ്തേഫാനോസിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ കാണുന്നത്? അതിൻ്റെ തൊട്ട് മുകളിലുള്ള അധ്യായം 7-ാം അധ്യായത്തിൻ്റെ 59-ഉം 60-ഉം വാക്യം ഒന്ന് വായിച്ചേ. അപ്പം 59-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു, അവന് മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസിൻ്റെ ബോധ്യം എന്താ? അദ്ദേഹം പറയുന്നത് എന്താ? കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് പറയുകയാണ്. അതായത് സ്തേഫാനോസിൻ്റെ ബോധ്യമാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, ഏതാണ്ട് ഒരു 2 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ക്രിസ്തീയ സഭയ്ക്ക് അന്നേരം ഉള്ളൂ. അതുവരെ ലഭിക്കപ്പെട്ട ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന്. തൽക്ഷണം സ്തേഫാനോസിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുകയാണ്. അതേസമയം ഈ പറയപ്പെടുന്ന ആളുകൾ അവർ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? അവർ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം അവൻ്റെ ആത്മാവ് ഇതിലെ കറങ്ങി നടക്കും. 40 അടിയന്തരവും ചാത്തോ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ആത്മാവ് കയറി പോകുന്നതെന്നാണ് അവർ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. അത് ഈ സ്തേഫാനോസിൻ്റെ കാര്യത്തിൽ എങ്ങനെ ശരിയാകും? ഇവർ പ്രലാപം കഴിച്ചത് ആത്മാവിനെ കൈക്കൊള്ളണം എന്നുള്ള കാര്യത്തിനാണോ? ആത്മാവിന് മുട്ടുശാന്തിക്ക് വേണ്ടിയോ നിത്യശാന്തിക്ക് വേണ്ടിയോ ഒക്കെയാണോ പ്രലാപം കഴിച്ചു എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, സ്വാഭാവികമായും അവരുടെ ആ ദേശത്തുണ്ടായിരുന്ന ഒരു രീതിയാണത്. ആ രീതി അവർ പിന്തുടർന്നെന്ന് മാത്രം. എന്നാൽ തുടർന്ന് അങ്ങോട്ട് മുൻപോട്ടൊക്കെ പോകുമ്പോൾ, സഭ അതിൻ്റെ വളർച്ചയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ലേഖനങ്ങളൊക്കെ ലഭിക്കുന്നു. ലേഖനങ്ങളിലൂടെ സഭയുടെ അടിത്തറ ഭദ്രമാകുന്നു. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം യാക്കോബ് മരിക്കുന്നുണ്ട്, യാക്കോബ് അപ്പസ്തോലൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല അപ്പസ്തോലന്മാരും പലരും മരിക്കുന്ന കാര്യമുണ്ടല്ലോ ഇതിനകത്ത്. പത്രോസിൻ്റെ മരണമുണ്ട്, പൗലോസിൻ്റെ മരണമുണ്ട്, അങ്ങനെ പലരുടെയും മരണമുണ്ട്. അവരോടൊക്കെയുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? പ്രലാപം കഴിച്ചെന്നൊക്കെ കാണുന്നുണ്ടോ? ഇത് ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജാണ്. ആ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രലാപം കഴിച്ചു എന്നുള്ള കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അതിനാണ് കപടത എന്ന് പറയുന്നത്. അതേസമയം അതിൻ്റെ ഗൗരവം നമ്മളെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സ്തേഫാനോസ് എന്ന് പറയുന്ന ഭക്തിയുള്ള ആ സഹോദരൻ, അദ്ദേഹം തൻ്റെ ആത്മാവിനെ കർത്തൃകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ബോധ്യം ഇന്ന് ഒരു ഓർത്തഡോക്സുകാരൻ എന്താണ് ഇല്ലാത്തത്? ആ ബോധ്യം എന്താണ് ഒരു യാക്കോബക്കാരനില്ലാത്തത്? ആ ബോധ്യം എന്താണ് ഒരു കത്തോലിക്കനില്ലാത്തത്? അവൻ എന്ത് ഉടായിപ്പാ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതായത് 40 ദിവസം ഇവിടെ ചുറ്റിക്കറങ്ങും. അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ ഇത് കൈകാര്യം ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പതിയെ ഊർന്നൂർന്ന് കയറിപ്പോവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് വേണ്ടി അനുതയൊല്ലും, അല്ലെങ്കിൽ മറ്റവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഒപ്പീസി ചൊല്ലും, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ അനുത ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ചൊല്ലി ഏതോ ഒരു സമയത്ത് ഇവരെ അങ്ങോട്ട് കയറ്റി വിടും. ഏതോ ഒരു സമയത്ത് അത് പോയോ ഇല്ലയോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. എത്ര കാലം ഇത് ചൊല്ലുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടിയാണ് ഈ വാക്യത്തിൽ നിന്ന് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. സ്തേഫാനോസ് അദ്ദേഹം തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ബോധ്യം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം, അതായത് കണ്ണിമിക്കുന്നൊരു ഗ്യാപ്പ് എന്നേ അതിന് പറയാനുള്ളൂ, അവൻ്റെ പ്രാണനും ആത്മാവും എവിടെ എത്തിച്ചേരുമെന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിയാണ്. ക്രിസ്തുവിൽ ജനിച്ച ഒരുവനാണ് അവൻ. ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ നിശ്ചയമായും സ്വർഗീയ പർദീസയിൽ ആദ്യം പറഞ്ഞ വിശ്രമ സ്ഥലത്ത് എത്തിച്ചേരും. അതേസമയം ക്രിസ്തുവിൽ ജനിച്ചില്ല, ക്രിസ്തുവിൽ ജീവിച്ചില്ല, ക്രിസ്തുവിൽ മരിച്ചില്ല എങ്കിൽ ആ വ്യക്തി തൽക്ഷണം കീഴേ പാതാളത്തിലെത്തും. അതായത് മരണത്തിൻ്റെ ഹെഡ് ക്വാർട്ടറിലെത്തും, യാതനാസ്ഥലത്ത് എത്തിച്ചേരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്ക് വേറെ സ്ഥലങ്ങൾ, ന്യൂട്രൽ പ്ലേസുകളൊന്നുമില്ല. അങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് പറഞ്ഞപ്പോൾ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഞാൻ ഞെട്ടലോടെ ഒരിക്കൽ കേട്ട ഒരു പ്രഭാഷണമാണ്. ഇവരുടെ ഇടയിലുള്ള ഒരു പ്രമുഖനായ വ്യക്തി 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വെച്ച് അദ്ദേഹം ഈ കാര്യം സ്ഥാപിക്കുകയായിരുന്നു. ആ 3-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സഹോദരങ്ങളെ, അന്ന് ഞാനത് കേട്ടപ്പോൾ ഉണ്ടായ നടുക്കം ഇന്നും എന്നെ വിട്ടുമാറിയിട്ടില്ല. ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം എടുത്ത് ആ പ്രമുഖൻ പ്രഭാഷണത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ.
അതിൻ്റെ താഴേക്കുള്ള ഭാഗമൊന്നും പറയുന്നില്ല അദ്ദേഹം. ഇത്രയും ഭാഗം പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വാങ്ങിപ്പോയി എന്ന് പറയുന്ന അവരുടെ ആൾക്കാരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ശുദ്ധീകരണം. ആ ശുദ്ധീകരണം പൂർത്തിയാകാതെ ഇവിടുന്ന് പോകുന്നവർക്ക് വേണ്ടി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരൊക്കെയാണോ ഇവിടെയുള്ളത്, അവർക്ക് നിശ്ചയമായി അവരുടെ ശുദ്ധീകരണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുമെന്ന്. അതിനുള്ള വാക്യം ഏതാ? 1 തെസ്സലോനിക്ക ലേഖനം 4:3. ഈ തെസ്സലോനിക്ക ലേഖനം ആർക്ക് എഴുതിയതാ? ജീവിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അവരുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവരെ പഠിപ്പിക്കുകയാണ് ഈ അധ്യായങ്ങളിലൂടെയെല്ലാം. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം അവിടെ എല്ലാം പറഞ്ഞ് വന്നിട്ടാണ് ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ. 5:23 എന്താ പറയുന്നത്? സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ 4-5 അധ്യായത്തിലൊക്കെ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വായിച്ചില്ലേ 5-ാം അധ്യായത്തിലെ ഈ വാക്യം? ഇത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള വാക്യമാണോ അതോ ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യമാണോ? ഒരു വ്യക്തി മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അയാളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് അനത ചൊല്ലുന്നത്, അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്നാ മടയത്തരമാണ് നിങ്ങളീ പറയുന്നത്? ഈ വാക്യം ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ആ വാക്യത്തിലേക്ക് സൗരങ്ങളൊന്ന് ഉറ്റുനോക്കി ചില മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു വ്യക്തിയുടെ ആത്മാവും പ്രാണനും വാങ്ങിപ്പോവുകയാണല്ലോ മരണത്തിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ വാങ്ങിപ്പോയി വിശ്രമ സ്ഥലത്ത്, എവിടെയാകട്ടെ വിശ്രമ സ്ഥലത്ത് വിശ്രമിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. ഒരു വാദത്തിന് അവർ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നും മറ്റു കാര്യങ്ങളൊക്കെ സമ്മതിച്ചേക്കാം, എല്ലാം സമ്മതിച്ചേക്കാം. അവർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് അനുതി ചൊല്ലുമ്പോഴും മറ്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ പ്രാണനും ആത്മാവിനും ഒക്കെ ആ ശുദ്ധീകരണം ലഭിക്കും, അതൊക്കെ സമ്മതിച്ചേക്കാം. ഒരു വാക്യത്തിൽ തന്നെയുള്ള 3 കാര്യങ്ങളിൽ 2 കാര്യം അത്. 3-ാമത്തെ കാര്യം തന്നെ അവരുടെ ശരീരത്തിൻ്റെ കാര്യമാണ്. ശരീരം എവിടെയാണ്? ചാക്കോച്ചൻ്റെ ശരീരം ഈ ഭൂമിയിൽ മണ്ണിൽ അടക്കിയിരിക്കുകയാണ്. അതാണ് അവർ നിദ്ര കൊള്ളുന്നു എന്ന് പറയുന്നത്. അങ്ങനെ മണ്ണിൽ അടക്കിയിരിക്കുന്ന ആ ശരീരത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ശുശ്രൂഷകൾ ചെയ്യുകയോ കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം ആ ശരീരത്തിന് എന്തെങ്കിലും ശുദ്ധീകരണം ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഈ വാക്യത്തിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയാതെ ഈ പൗരോഹിത്യ വൃന്ദം ജനത്തെ വഞ്ചിച്ച് റെയിൽവേ ട്രാക്കിലെത്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കടത്തി പറയാമെന്ന് ചോദിച്ചാൽ ഇതല്ലാതെ വേറൊന്നും പറയാനില്ല എനിക്ക്. ഇതല്ല പറയേണ്ടത്, ഇതിലപ്പുറമാണ് പറയേണ്ടത്. കാരണം മനുഷ്യൻ്റെ പ്രാണൻ വെച്ചാണ് കളിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് അവർക്ക് ബോധിച്ചതുപോലെ വ്യാഖ്യാനിക്കുകയാണ്, തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നേരെയൊക്കെ തിരിഞ്ഞു നിന്നിട്ട് പറയും നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന്. ഇപ്പം ഞങ്ങൾ വ്യാഖ്യാനിക്കുകയാണല്ലോ. ഈ വ്യാഖ്യാനത്തിന് പെശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് 4-ാം അധ്യായത്തിൽ പറഞ്ഞത്. 5-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം, അതിന് 3-ാം വാക്യം, പിന്നെ അതിൻ്റെ 11-ാം വാക്യം, ഈ വാക്യങ്ങളെല്ലാം കൂട്ടി ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 2 വാക്യങ്ങൾ പ്രകാരം നമ്മുടെ ശരീരം ബലിപീഠത്തിലായിരിക്കണം, 3-ാം വാക്യപ്രകാരം നമ്മുടെ പ്രാണൻ ബലിപീഠത്തിലായിരിക്കണം, പിന്നെ 11-ാം വാക്യം അനുസരിച്ച് നമ്മുടെ ആത്മാവും ബലിപീഠത്തിലായിരിക്കണം. അതായത് സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ളത് ചുരുക്കം. അങ്ങനെ സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് വന്ന വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും അശേഷം ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെ സമർപ്പിത ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണെങ്കിൽ നിശ്ചയമായും ആ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? 1 യേശുക്രിസ്തുവിൻ്റെ രക്തം, 2 തൻ്റെ വചനം, 3 ആത്മാവിനാലുള്ള ശുദ്ധീകരണം, 4 ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കും. ഈ പറയപ്പെട്ട അവസ്ഥകളിലൂടെ അനുഭവത്തിലൂടെയൊക്കെ പോകുമ്പോഴാണ് നാം ദൈവം ആഗ്രഹിക്കുന്ന ആ ശുദ്ധീകരണത്തിൻ്റെ തലത്തിലേക്ക് എത്തുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? അതായത് ഒരുവൻ്റെ ജീവിതത്തിൽ പണി ആരംഭിക്കുന്നത് അവൻ എന്ന് സറണ്ടർ ചെയ്തോ, അതായത് എന്ന് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചോ അവിടെ മുതൽ അവൻ പണിയപ്പെടുകയാണ്.
ഒരുക്കപ്പെടുകയാണെന്നും അങ്ങനെ പല രീതിയിൽ പറയാം. അപ്പോൾ ആ പണി പൂർത്തീകരിക്കുന്നത് മരണം കൊണ്ടാണ്, അല്ലെങ്കിൽ കാഹളം കൊണ്ടാണ്, അല്ലേ? ആ പണി പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒന്നും അല്ലെങ്കിൽ കാഹളം ധ്വനിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മരണം കടന്നു വരണം. ആ മരണത്തിൻ്റെ സമയം വരെയാണ് പണി നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പണിയും പണിയാൻ കഴിയില്ല. യാതൊരു പണിയും ആ വ്യക്തിയുടെ ജീവിതത്തിലില്ല. ആരെല്ലാം കുർബാന അർപ്പിച്ചാലും ആരെല്ലാം പ്രാർത്ഥിച്ചാലും ഇതെല്ലാം ശുദ്ധ മണ്ടത്തരമല്ലേ? ശുദ്ധ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്. ഇതിനോടനുബന്ധിച്ചൊരു വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യം. ദാനിയേൽ ചാപ്റ്റർ 12 വേഴ്സ് 13. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. ഇതൊരു പഴയ നിയമ വേദഭാഗമാണ്. ഇവർ പഴയ നിയമ വേദഭാഗങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ധാരാളം കാര്യങ്ങൾ കോട്ട് ചെയ്യാറുണ്ട്, ധാരാളം കാര്യങ്ങൾ. എന്നാൽ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നൊരു വേദഭാഗമാണിത്. നീ പോയി വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നിന്നെ വിളിക്കും, ആ സമയത്ത് നീ വന്നാൽ മതി. ഇത് മരണവുമായി ബന്ധപ്പെട്ട വാക്യമല്ല കേട്ടോ. ഇത് ദാനിയേൽ മരിക്കാൻ പോവല്ല, ദാനിയേലിനോട് പറയാണ് നീ പോയി വിശ്രമിച്ചോ. ആ വിശ്രമം എന്ന് പറയുമ്പോൾ പിന്നത്തേതിൽ അദ്ദേഹം വയോധികനാണ്, അദ്ദേഹം മരണത്തിലേക്ക് കടന്നു പോകും. ആ മരണം കൊണ്ട് അദ്ദേഹം അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് പോകുന്നത്. അതൊരു വിശ്രമ സ്ഥലമാണ് പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച്. അങ്ങനെ പോയി വിശ്രമിച്ചോ, കാലാന്തരത്തിൽ നിന്റെ പേർ വിളിക്കും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള ദാനിയേൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ, അതായത് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരും കേട്ടോ. അതിനെക്കുറിച്ച് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 39 and 40. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഈ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക പറയുന്ന അധ്യായമാണ്. അതിൽ പഴയ നിയമ ഭക്തന്മാർ അവരോടുള്ള ബന്ധത്തിൽ 39-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ എല്ലാവരും വിശ്വാസത്തിൽ സാക്ഷി ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അതേസമയം അതിൻ്റെ 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരെല്ലാവരും വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു എന്ന്. വാഗ്ദത്തം അവർ പ്രാപിച്ചിട്ടുണ്ട്, എന്നാൽ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്ക്, അതിൻ്റെ പൂർത്തിയിലേക്ക് അവർ വന്നിട്ടില്ല, അല്ലേ? യെസ്. എന്നാൽ അവർ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് വന്നിട്ടില്ല. അവരെല്ലാം അവരുടെ ഓട്ടം ഓടി വിശ്രമിക്കുകയാണ്. ഈ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം വിശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന പുതിയ നിയമ ഭക്തന്മാരെല്ലാം അവരും വിശ്രമിക്കുന്നു. എല്ലാവരും വിശ്രമത്തിലാണ്. അങ്ങനെ വിശ്രമത്തിലിരിക്കുന്ന അവരിനി വിക്ടറി സ്റ്റാൻഡിലേക്ക് വരുന്നൊരു ദിവസമുണ്ട്. വിക്ടറി സ്റ്റാൻഡിലേക്ക് വരുന്ന ദിവസം, അതായത് അതിൻ്റെ ആദ്യപടി എന്നോണം കാഹളം ധ്വനിക്കും. അതായത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഒന്നാം പുനരുത്ഥാനത്തിന് വിവിധ ഫേസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒന്നാം പുനരുത്ഥാനത്തിലെ ആദ്യ ഫലം എന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ക്രിസ്തുവിനുള്ളവരുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്തുവിനുള്ളവരെന്നുള്ളത് ഇങ്ങനെ തരംതിരിച്ച് ഓരോന്നും നമ്മൾ പറയും. ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഉയർക്കും, എല്ലാവരും ഉയർക്കും. അതിന് ചില ഘട്ടങ്ങളും തട്ടുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പറയുമ്പോൾ അവരെല്ലാവരും ഉയർക്കും. അങ്ങനെ ഉയർത്തു വരുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് വരുന്നത്. പഴയ നിയമ ഭക്തന്മാർ പുതിയ നിയമ ഭക്തന്മാർ എല്ലാം വരും. ഓരോരുത്തൻ താൻ്റെ നിരയിൽ നിന്നൊക്കെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മനസാക്ഷി യോഗക്കാർ വരുന്നു, ന്യായപ്രമാണ യോഗക്കാർ വരുന്നു, ഈ സഭായോഗക്കാർ വരുന്നു. അങ്ങനെ ഈ പറയപ്പെടുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ കടന്നു വരികയും ഓരോരുത്തരും അവരവർക്കുള്ള പ്രതിഫലങ്ങൾ സ്വീകരിക്കുകയാണ്. അവർക്കുള്ള പ്രതിഫലങ്ങളും തേജസ്സും മഹിമയും ഒക്കെ അവർ അനുഭവിക്കുകയാണ്. അവിടെ മുതൽ അനുഭവിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരണം. ഈ പറയുന്ന 2 കൂട്ടരും, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ചാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നത്. അതിനിടയിൽ ഷട്ടിൽ കളിയൊന്നുമില്ല. ഷട്ടിലേ അതിനിടയിൽ ഇടയ്ക്ക് പത്രോസ് പറയാണ്, ഞാൻ ഇന്ന് മണറാട് പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണ്. പൗലോസ് പറയാം, അങ്ങനെയാണ് ഞാൻ പുതുപ്പള്ളി പള്ളിയിൽ പോവുകയാണ്. അങ്ങനെ അപ്പോൾ യോഹന്നാൻ പറയാണ്, അങ്ങനെയാണ് ഞാൻ എടപ്പള്ളി പള്ളി പോവുകയാണ്. അങ്ങനെ ഇവരാരും ഒരു എടപ്പള്ളിയിലും പുതുപ്പള്ളിയിലും വരുന്നില്ല. ഈ നീളക്കുപ്പായക്കാർ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. വമ്പൻ വഞ്ചനകളാണ്.
ഈ നീളക്കുപ്പായക്കാരിതെല്ലാം പറഞ്ഞ് പറ്റിക്കുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൻ്റെ യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത ആളുകൾ അവർക്ക് തോന്നുന്ന പോലെയുള്ള വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് ആളുകളെ ഇത്രയും വർഷം, എന്തായാലും അവർ മിടുക്കന്മാരാ കേട്ടോ, 2000 കൊല്ലത്തിനടുത്തെന്നാണ് അവർ പറയുന്നത്. അതങ്ങ് സമ്മതിച്ചേക്കാം. 2000 കൊല്ലമായിട്ട് നിങ്ങളെയൊക്കെ ഒരു ചരടി കോർത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. പിന്നെ വേറൊന്നുണ്ട്, അതിൽ തലയിൽ ആൾതാമസം വന്ന ആൾക്കാരൊക്കെ ആ ചരട് പൊട്ടിച്ച് പുറത്തിറങ്ങി വരുന്നു, രക്ഷപ്പെടുന്നു, ഓടി രക്ഷപ്പെടുന്നു. അവർ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാകുന്നത്? അവരെല്ലാം വിശ്രമത്തിലാണ്. നീയോ പോയി വിശ്രമിച്ചോളാനാണ് അവരോടെല്ലാവരോടും പറഞ്ഞത് അല്ലേ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ ഇത്യാദി പ്രവാചകന്മാരെല്ലാം എല്ലാവരും പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം പോയി വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട്, കാലാവസാനത്തെങ്കിൽ നിങ്ങളെ വിളിക്കും, അതായത് രക്ഷാപൂർത്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, അതിന് അന്ത്യകാഹളനാദം മുഴങ്ങണം. അങ്ങനെ അത് മുഴങ്ങുമ്പോൾ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഉയർക്കും. കർത്താവ് താൻ ഗംഭീരനാദം, പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം, അത് കഴിഞ്ഞൊരു 7 കൊല്ലം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. ഇതൊക്കെയാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോൾ 39-ാം വാക്യം പറഞ്ഞല്ലോ. ഇനി 40-ാം വാക്യത്തിലേക്ക് വന്നാലോ? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അതായത് ഈ പഴയ നിയമ വിശുദ്ധന്മാർ നമ്മെ കൂടാതെ നേരത്തെ അഡ്വാൻസ് ചെയ്ത് അവർ കപ്പെടുക്കുക എന്ന് വെച്ചാൽ അവർ ട്രോഫി മേടിച്ചോണ്ട് പോയി എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെ ആർക്കും കൊടുക്കില്ല. അവർ നമ്മളെല്ലാം ഒരുമിച്ചാണ് ചെല്ലുന്നത്. അപ്പോൾ ഇന്ന് മരിക്കുന്ന പുതിയ നിയമ ഭക്തന്മാരോ അവരൊന്നും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അല്ല എത്തിപ്പെടുന്നത്. അവർക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ വിശ്രമത്തിലേക്കാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ത്യകാഹളനാദത്തെങ്കിൽ 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തു വരുന്ന എല്ലാവരും ഒരുമിച്ചാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നത്. അല്ലാതെ ഇടയ്ക്ക് കുറച്ച് പേര് ഓടിച്ചെന്നിട്ട് എനിക്കുള്ള സമ്മാനങ്ങളും പ്രതിഫലങ്ങളും തന്നേരെ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും പറ്റത്തില്ല. അവരെല്ലാം ഓട്ടം പൂർത്തീകരിച്ച് വിശ്രമത്തിലെത്തി. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളും അവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരും. അപ്പോൾ ഓട്ടം പൂർത്തീകരിച്ച് അവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെന്നാ പ്രാർത്ഥനയാണ്? അവരിനി അവിടെ ഓടുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളെയാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിച്ചം യോഹന്നാനുണ്ട്, തിമോത്തിയോസുണ്ട്, പിന്നെ മറ്റ് സിലനോസ്, ഇങ്ങനെ തീത്തോസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ വാങ്ങിപ്പോയ പൗലോസ്ലീഹയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ മധ്യസ്ഥ അണയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓട്ടം ഇനിയും അദ്ദേഹത്തിന് ഓടാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? പൗലോസ് പറയുന്നു ഞാൻ ഓട്ടം പൂർത്തീകരിച്ചെന്ന്. ഇവർ പറയുന്നു അങ്ങനെയല്ല, പുള്ളി ഓട്ടം പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. ഓട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അവർ ഇനിയും ഓടട്ടെ എന്നാണ് പറയുന്നത്. അവരിടയ്ക്ക് കുർബാനയ്ക്ക് വരുന്നു. ഏത്? ഓട്ടം പൂർത്തീകരിച്ച് വിശ്രമത്തിലേക്ക് പോയ ആളുകൾ ഇനി ഇടയ്ക്ക് കുർബാനയ്ക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും വാക്യങ്ങളില്ല സഹോദരങ്ങളെ. ആകെ പറയാനുള്ളത് മോശെ ഏലിയാവും കർത്താവിനോടുകൂടെ മറുരൂപമായി വന്ന കാര്യമാണ് ഈ പറയാനുള്ളത്. അത് വെച്ചിട്ടാണ് ഒരു ഉപദേശം സ്ഥാപിക്കുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ ഉപദേശം സ്ഥാപിക്കും? അങ്ങനെ ഉപദേശം സ്ഥാപിച്ചാൽ ക്രിസ്തീയ സഭയും അതിൻ്റെ തത്വങ്ങളൊക്കെ കുത്തഴിഞ്ഞ ഒരു പുസ്തകം എന്നുള്ള നിലയിലല്ലേ വരുന്നത്. ഇതിന് വളരെ കൃത്യതയും വ്യവസ്ഥയൊക്കെ ഉള്ളതല്ലേ. അതായത് എന്താ വ്യവസ്ഥ പറഞ്ഞു വയ്ക്കുന്നത്? പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം, വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കണം, അവൻ ക്രിസ്തുവിനോട് ചേരണം, അവൻ ആത്മാവിനെ പാനം ചെയ്യണം, ആത്മസ്നാനം അനുഭവിക്കണം, ആത്മാവിൽ ജീവിക്കണം, വചനത്തിൽ നിലനിൽക്കണം. പിന്നെ എന്താ? അവൻ പ്രത്യാശയിൽ പുതുക്കപ്പെട്ട് മുൻപോട്ട് പോകണം. അവനെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടി അങ്ങ് പോകണം. അയ്യോ 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 എന്ന് വിളിച്ചിട്ടല്ല. ഇവിടെ നാട്ടുകാരോടൊക്കെ ഞാൻ പോവാണ്, അനുദിയെല്ലാം മറക്കരുതേ, എൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല, ഒപ്പീസി വല്ലണേ അനുതി വല്ലണേ എന്നൊന്നും പറഞ്ഞിട്ടല്ല പോകുന്നത്. അവരെങ്ങനെയാണ് പോകുന്നത്? തലയെടുപ്പോടെയല്ലേ പോകുന്നത്. ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, അങ്ങനെയല്ലേ പറയുന്നത്. അവരങ്ങനെ പറഞ്ഞാൽ എവിടെ നിന്ന് പോകുന്നത്? അവർ ഓട്ടം പൂർത്തീകരിച്ച കാര്യമാണ് പറയുന്നത്. അതാണ് ഏതൊരു ക്രൈസ്തവനും ക്രിസ്തുവിൽ ജീവിച്ച ഏതൊരുവൻ്റെയും തലയെടുപ്പതാണ്. ആദിമ ഭക്തന്മാരെല്ലാം അങ്ങനെ പോയതാണ്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു നുറുങ്ങു വാക്യമെങ്കിലും ഉണ്ടോ ഈ അനുതി ചൊല്ലുന്ന കാര്യം, ഒപ്പീസി ചൊല്ലുന്ന കാര്യത്തെക്കുറിച്ച്? ആദ്യത്തെ 100 വർഷക്കാലത്തെ ഒരു ചരിത്രമുണ്ടല്ലോ. അതായത് ഏകദേശം AD 30 ആരംഭിച്ച സഭ ഏകദേശം AD 100 വരെയുള്ള ഒരു സമയത്താണല്ലോ വെളിപ്പാട് ദിവസം എഴുതിയത്.
വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം 22-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു ഫുട് നോട്ട് എന്നുള്ള നിലയിലെങ്കിലും യോഹന്നാൻ സ്ലീഹയ്ക്ക് ഒന്ന് എഴുതാൻ മേലായിരുന്നു താഴെ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നേരത്തെയുള്ള സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഒന്നും എഴുതാൻ പറ്റാത്തൊരു കാര്യം വെളിപ്പാട് പുസ്തകം എഴുതി 22-ാം അധ്യായം വന്നെങ്കിലും എഴുതാൻ പറ്റിയില്ല. 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യവും കഴിഞ്ഞിട്ടൊരു ഫുട് നോട്ടായിട്ട് ഞാൻ ചേർക്കുകയാണ്. ഒന്ന് സാരമാക്കണ്ട, നമുക്ക് മരണാനന്തര ഒപ്പീസി കൊല്ലാനൊക്കെ ഉണ്ട്, അതൊക്കെ ചൊല്ലി നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കയറ്റി വിടണമെന്ന് അവിടെ എഴുതിയാലും മതിയായിരുന്നല്ലോ. എന്താ ഒരു അപ്പോസ്തലന്മാരും അതിനെക്കുറിച്ച് സൂചിപ്പിക്കാത്തത്? ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞ പൗലോസ്ലീഗ, ആ പൗലോസ്ലീഗ തന്നെയല്ലേ പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും വെച്ചിരിക്കുന്നു എന്ന്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ വാക്യമല്ലേ അത്? യെസ്, അത് തന്നെ. 9-ന്റെ 27-ാമത്തെ വാക്യമാണത്. 9-ന്റെ 27. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ, അത് എല്ലാവർക്കും നിയമിച്ചിരിക്കുകയാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. രണ്ട് കാര്യമാണ് പറയുന്നത്, മരണം ദെൻ ന്യായവിധി. മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താ? മരണമുണ്ട്. മരണം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതായത് വാങ്ങിപ്പോയവരെന്നുള്ളത് അത് നമുക്ക് അങ്ങനെ പരിഗണിക്കാം. ഇവിടെ മരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ശരീരത്തിൽ നിന്ന് വേർപെടുക എന്നുള്ള അർത്ഥത്തിലാണ്. ശരീരത്തിൽ നിന്ന് വേർപെടുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദമാണ് മരണം എന്നുള്ള പദം. അപ്പോൾ ഭക്തന്മാരും മരിക്കും, അല്ലാത്തവരും മരിക്കും. ഇപ്പോൾ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്നേരം ഒരു വിശദീകരണം പറഞ്ഞു. ശരിക്കും ഒരു ക്രൈസ്തവൻ മരിക്കുന്നില്ല, അവന് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോവുകയാണ്, മാറ്റപ്പെടുകയാണ്, വിശ്രമത്തിലേക്കാണ് കടന്നു പോകുന്നത്, മൺമയ ശരീരത്തിൽ നിന്നൊരു വിൺമയ ശരീരത്തിലേക്കാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വാക്യപ്രകാരം നമ്മൾ പറയുമ്പോൾ സകല മനുഷ്യർക്കും മരണം വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഭക്തന്മാർക്ക് ഉള്ള മരണവും അല്ലാത്തവർക്കുള്ള മരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഒരു ശിക്ഷാ നടപടി എന്നുള്ള നിലയിലാണ് അവർ മരണത്തിലേക്ക് പോകുന്നത്. അല്ലാത്തവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്? അവർ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വേർപെട്ട് വിശ്രമത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിലാണ്. രണ്ട് കൂട്ടർക്കും ഈ പറഞ്ഞ പോലെ ന്യായവിധി വരുന്നുണ്ടല്ലോ. അതായത് ക്രിസ്തുവിൽ അല്ലാതെ മരിക്കുന്ന ആളുകൾ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരും. ക്രിസ്തുവിൽ മരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അഥവാ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ആ തരത്തിലൊരു ന്യായവിധിയല്ല. അവർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അവരുടെ ജീവിതം വെളിപ്പെടുന്നത് കാണുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ ഏൽക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് കൂട്ടരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് കാര്യമാണ് കാണുന്നത്. അതായത് മരണം കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരു വിശ്രമത്തിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിൽ മരിക്കുന്നവർ പർദീസയുടെ അനുഭവത്തിലേക്ക് പോകുന്നു, അല്ലാത്തവർ യാതനാ സ്ഥലത്ത് ധനവാന്റെ മടിത്തട്ടിലേക്ക് പോകുന്നു, അല്ലെ ധനവാന്റെ ഫെലോഷിപ്പിലേക്ക് പോകുന്നു. ആ ഫെലോഷിപ്പിൽ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നത്തേതിൽ അവരെ പേർ വിളിക്കും. രണ്ടാം പുനരുത്ഥാനത്തിൽ അവർ ഉയർത്ത് അവർ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ എത്തും, ന്യായവിധി പൂർത്തീകരിക്കപ്പെടും. അതേസമയം ഇന്ന് ഞാൻ പറഞ്ഞു, ക്രിസ്തുവിൽ മരിക്കുന്നവർ അവർ കാഹളം ധനിക്കുമ്പോൾ പിന്നത്തേതിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നു. അവർ എബ്രായ ലേഖനത്തിൽ കണ്ടതുപോലെ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ തങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ സ്വീകരിക്കുകയാണ്. അതാണ് 11-ന്റെ 40-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അതിൻ്റെയൊക്കെ വിശദീകരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സൂചനകൾ ഇത്രയേ ഉള്ളൂ. മരണം, പിന്നത്തേതിൽ ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ നിന്ന് ആർക്കും തെറ്റിയൊഴിയാൻ കഴിയില്ല. വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവർ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിലേക്കല്ല പോകുന്നത്, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ 9-ാം വാക്യത്തിൻ്റെ അടുത്ത വാക്യം എന്ന് പറയുന്നത് 28-ാം വാക്യത്തിൽ കാണുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ആ വാക്യത്തിൽ സീരിയസ് ആയ കാര്യങ്ങളാണ് ഉള്ളത്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തൻ്റെ ഒന്നാം വരവിനോടുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞാടെന്ന നിലയിൽ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആ വായിക്കുന്നത്. അത് പാപനിമിത്തമാണ് താന് ക്രൂശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പാപനിമിത്തമാണ് താന് അർപ്പിക്കപ്പെട്ടത്. ഇനി രണ്ടാമത് വരുന്നത് എന്തിനാ? രണ്ടാമത് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ വാക്യത്തിന് ഗൗരവമായ ഒരു അർത്ഥം വേറെയുണ്ട്. ഇത് കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നു എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട വാക്യമല്ല ശരിക്കും. ഇത് രണ്ടാം വരവാണ്, അഥവാ മഹത്വപ്രത്യക്ഷതയാണ്. മഹത്വപ്രത്യക്ഷതയിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട്
സെഖറിയാ പ്രവാചകൻ്റെ ഹോശിയായുടെ പുസ്തകത്തിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ എടുത്തു വെച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഞാൻ സാറ്റർഡേ മീറ്റിങ്ങിൽ ഈ പറയപ്പെടുന്ന വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ മടങ്ങിവരവും ഈ ഭൂമിയിൽ അതിനു മുൻപ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും അതിനു മുമ്പ് സഭ എടുക്കപ്പെടുന്നതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. കർത്താവ് മേഘത്തിൽ തൻ്റെ സഭയെ എതിരേൽക്കുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ മേഘങ്ങളിൽ എതിരേറ്റ് സഭയും ക്രിസ്തുവുമായിട്ട് സ്വർഗത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പിന്നീട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് എത്തപ്പെടുന്നത്. അവിടെ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നത്തേതിൽ കുഞ്ഞാടിൻ്റെ കല്യാണം അതെല്ലാം കഴിഞ്ഞ് സകല വിശുദ്ധന്മാരും വിശുദ്ധ ദൂതന്മാരുമായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നു. എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം യെരുശലേമിൽ വെച്ചുകൊണ്ട് ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കുന്നു. മിലേനിയം. അങ്ങനെ 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടാമത് തനിക്കായി കാത്തു നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ തൻ്റെ സഭയെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചാൽ ഈ വരുന്ന വരവിൽ സഭയും കൂടെയുണ്ട്. മനസ്സിലാക്കണം, ഈ രണ്ടാമത് വരുന്ന വരവിൽ കൂടെ ആരുണ്ട്? സഭയുണ്ട്, സകല വിശുദ്ധന്മാരും ഉണ്ട്. പിന്നെ ഈ ഭൂമിയിൽ മെശിഹായിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, കണ്ണടഞ്ഞു പോയ ഒരു കൂട്ടം ആൾക്കാരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ കണ്ണ് തുറക്കുകയാണ്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ചുള്ള വിലാപം കഴിക്കുന്ന പോലെ ഒരു വിലാപത്തിലേക്ക് അവർ വരും. തങ്ങൾ വാസ്തവമായി കാത്തിരുന്ന മെശിഹ അവൻ വന്നപ്പോൾ തങ്ങൾ അറിഞ്ഞില്ല, തേജസ്സിൻ്റെ ക്രിസ്തുവിനെ തങ്ങൾ അറിഞ്ഞില്ല. അതറിയാതെ അവനെ ക്രൂശിച്ച്, എന്നാൽ അവരത് തിരിച്ചറിയുമ്പോൾ അവർ വലിയ വിലാപത്തിലേക്ക് പോകും. ഏകജാതനെക്കുറിച്ചുള്ള വിലാപം എന്ന് എഴുതിയിരിക്കുന്നു. ഭയങ്കരമായിരിക്കും, മാറത്തടിയായിരിക്കും. എൻ്റെ ദൈവമേ, ഞങ്ങൾ എന്ത് കൊടും ക്രൂരതകളാണ് ചെയ്തത്, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഭയാനകമാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും എണ്ണിപ്പറക്കുക എന്ന് പറയുമല്ലോ. അങ്ങനെ അവർ എണ്ണിപ്പറക്കുകയൊക്കെ ആയിരിക്കും പറയുന്നത്. ഭയങ്കരമായിരിക്കും. അപ്പോൾ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതൊക്കെയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എനിവേ, ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ഒരു രത്നച്ചുരുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പല കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം പറയാനായിട്ട് ഒരു സമയമില്ല. ഓടിച്ച് ചില കാര്യങ്ങൾ പറയായിരുന്നു. ഇനി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന കാര്യം സാധാരണ ഈ പട്ടക്കാരെല്ലാം പറയുന്നൊരു കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന കാര്യം, അതായത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ച് ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണല്ലോ മാമോദീസ. ആ മാമോദീസ അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മാമോദീസ ഏറ്റ് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് കത്തനാന്മാരെല്ലാം പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിലും എൻ്റെ ഓർമ്മയിലും മലയാളക്കരയിൽ, ലോകത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, മലയാളക്കരയിൽ ഇന്നുവരെ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ മുതലായ സമൂഹങ്ങളിൽപ്പെട്ട അവരുടെ ആരുടെയെങ്കിലുമൊക്കെ സ്വന്തക്കാരിങ്ങനെ പോയതിന് ശേഷം വീട്ടിലുള്ള ബന്ധുക്കൾക്ക്, ഏറ്റവും അടുപ്പമുള്ളവർക്ക്, പ്രിയപ്പെട്ടവർക്ക് അവർക്ക് വേണ്ടി ഒരു സ്നാനം ഏൽക്കണം, ഒരു മാമോദീസ ഏൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റ ഒരു വീഡിയോ യൂട്യൂബിലെങ്ങുമില്ല. ഗൂഗിളിൽ മുഴുവൻ സെർച്ച് ചെയ്തിട്ടും അങ്ങനെ ഒരു വീഡിയോ കാണുന്നില്ല. ആ വാക്യത്തിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഒരാളൊരു പോക്കിരിയായിട്ട് ജീവിച്ചു, എന്നിട്ട് അയാൾ മരിച്ചുപോയി, പക്ഷെ പുള്ളിയുടെ ഭാര്യയോ മക്കളോ ഈ ഭൂമിയിലുണ്ട്. അവർ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ അപ്പച്ചനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അപ്പച്ചന് വേണ്ടി ഞങ്ങൾ മാമോദീസ ഏൽക്കും, അങ്ങനെ അപ്പച്ചനെയും ഞങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. മക്കൾ ചിന്തിച്ച് മക്കൾ ഭദ്രാസനത്തിൽ ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഭദ്രാസന മെത്രാപ്പോലീത്ത പറയുകയാണ്, ചുമതലപ്പെട്ട അച്ഛന്മാരെ ഏൽപ്പിക്കുന്നു, ഈ പുള്ളിക്കാരനെ, ഈ സോ ഇന്നാടത്ത് ഇന്നാരെ നമുക്ക് സ്വർഗത്തിൽ കയറ്റണം, അദ്ദേഹത്തിന് വേണ്ടി അവരുടെ മക്കൾ സ്നാനപ്പെട്ടോളും, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ മാമോദീസ ഏൽക്കും, അല്ലെങ്കിൽ മക്കൾ മാമോദീസ ഏൽക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-29 വാക്യമുണ്ട്. പൗലോസ് ലീഗ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി മാമോദീസ ഉണ്ട്. അപ്പോൾ അങ്ങനെ മാമോദീസ ഏൽപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച മാമോദീസകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചരിത്രത്തിലെങ്ങും കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? മരിച്ചുപോയ കുഞ്ഞച്ചന് വേണ്ടി കുഞ്ഞനാമ സ്നാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല, ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. പക്ഷെ പ്രസംഗത്തിലെല്ലാം ആ വാക്യം എടുത്ത് തട്ടിവിടും. എന്നാൽ ആ വാക്യപ്രകാരം അവരുടെ ഇടവയിൽ അവർ ചെയ്ത് കാണിക്കണം. ഈ പ്രസംഗിക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ മെത്രാനാണെങ്കിൽ മെത്രാൻ്റെ ഭദ്രാസനത്തിൽ അങ്ങനെ മരിച്ചുപോയ ആൾക്കാരൊക്കെ കാണില്ലേ? അപ്പോൾ ഒരു ന്യായം പറയും, ഞങ്ങളുടെ ഭദ്രാസനത്തിലെ സകലരും മാമോദീസ ഏറ്റവരാ, മാമോദീസ ഏൽക്കാത്ത ഒരു കുഞ്ഞു പോലുമില്ല, പിന്നെ മാമോദീസ ഏൽക്കാത്ത ഒരു കുഞ്ഞു പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഈ മാമോദീസ ഏൽക്കാത്ത ഒരുവനുണ്ടെന്ന് വിചാരിക്കുക. മാമോദീസ ഏൽക്കാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക സമൂഹങ്ങളിലൊക്കെ മാമോദീസ ഏൽക്കാത്ത ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്.
അങ്ങനെ മരിച്ചുപോയ ആരെങ്കിലും വേണ്ടി ഒരു സാമ്പിൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലേ? ഈ വാക്യം വെച്ചിട്ടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനൊന്നും ആരും തുനിഞ്ഞു കണ്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വചനങ്ങൾ വെച്ചിട്ടുള്ള, വാക്യങ്ങൾ വെച്ചിട്ടുള്ളൊരു കസരത്ത് മാത്രമേ ഉള്ളൂ. അതൊന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എങ്ങനെയാണ് ചുരുക്കുന്നത്? ഓരോരുത്തർക്ക് ദൈവം ആയുസ്സും ബലവും തന്നിട്ടുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, ദൈവിക വ്യവസ്ഥയാണ്. അങ്ങനെ സ്വീകരിച്ചവർ ക്രിസ്തുവിനോട് ചേരണമെന്നുള്ളതും വചനം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, അഥവാ വചനത്തിൽ നിലനിൽക്കണം. അങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ച് പിന്നത്തേതിൽ ക്രിസ്തുവിൽ മരിക്കുന്നു. അവരവരുടെ വിശ്വാസത്തിലാണ് മരിക്കുന്നത്. നല്ല ബോധ്യത്തിലാണ് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നത്. അങ്ങനെ വാങ്ങിപ്പോകുന്നവർ തൽക്ഷണം വിശ്രമത്തിലേക്ക് പോകുന്നു. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് സ്തേഫാനോസ് പറഞ്ഞത്, കർത്താവ് എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അതായത് 40 ദിവസം ഇതിലെ ഊടാടി നടന്നിട്ട് ഞാനങ്ങ് വന്നേക്കാമെന്നല്ല സ്തേഫാനോസ് പറഞ്ഞത്. തൽക്ഷണം തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുകയാണ്. താൻ ദൈവസന്നിധിയിലേക്ക്, ആ വിശ്രമത്തിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെയാണ് സത്യക്രിസ്ത്യാനികളുടെ ബോധ്യം. അല്ലാതെ മരണാനന്തരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ദൈവം അനീതിയുള്ള ദൈവമായി മാറില്ലേ? സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് പുതിയ നിയമ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ആ ദൈവം ന്യായപ്രമാണ യുഗക്കാരുടെ ദൈവമാണ്. ആ ദൈവം മനസാക്ഷി യുഗക്കാരുടെ ദൈവമാണ്. ആ ദൈവം എല്ലാ യുഗക്കാരുടെയും ദൈവമാണ്. നോഹയുടെ കാലത്തുള്ള മനുഷ്യർ, ആ മനുഷ്യരോട് ദൈവം ദീർഘക്ഷമ കാണിച്ചു. ഏതാണ്ട് 100 വർഷക്കാലം തൻ്റെ ദാസനെ ആ ദേശത്ത് തലങ്ങും വിലങ്ങും അയച്ച് പ്രസംഗിപ്പിച്ചു. ഒരു ഗുഡ് ന്യൂസ് അറിയിച്ചു, ഞാൻ പെട്ടകം പണിയുന്നു, നിങ്ങൾക്ക് ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാം, ഭയാനകമായ ന്യായവിധി വരുന്നു, ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ പറ്റത്തില്ല, മഴ പെയ്യും കേട്ടോ, ഗ്യാരണ്ടിയാ, കുട മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളണം. അതായിരുന്നു അദ്ദേഹം അറിയിച്ച സന്ദേശം. ആ സന്ദേശത്തോട് ബഹുഭൂരിപക്ഷം പേരും മുഖം തിരിച്ചു. ആളുകൾ പെട്ടകത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല. അതിൻ്റെ സമയം വന്നപ്പോൾ യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വാതിലടച്ചപ്പോൾ അകത്താകെ 8 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുറത്താണ്. ഈ പുറത്തുള്ളവരൊക്കെ ആരാ? അതൊക്കെ വലുവനായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യർ തന്നെയാണ്. ഈ പെട്ടകത്തിനകത്തുള്ള നോഹയുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയുണ്ട്. വെളിയിൽ ചാകല ആൾക്കാരും ഉണ്ട്. അവൻ്റെ ആൺമക്കൾ, കല്യാണം കഴിച്ച പെൺമക്കളുണ്ട്, മരുമക്കൾ, അവരുടെ അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, സ്വന്തക്കാർ എല്ലാവരും വെളിയിലുണ്ട്. പെട്ടകത്തിനകത്ത് നിന്നുകൊണ്ട് നോഹയുടെ ആൺമക്കളുടെ ഭാര്യമാരുണ്ടല്ലോ, അതായത് നമ്മുടെ പ്രിയങ്കരികളായ മരുമക്കൾ, അവർ നോഹയോട് പറയാണ്, ഒരു ഒപ്പീസ് അങ്ങ് ചെല്ലിയേക്കാം, ഞങ്ങളുടെ അമ്മയപ്പന്മാരാരും കയറിയില്ലല്ലോ, ഒരു ഒപ്പീസ് അങ്ങ് ചെല്ലിയേക്കാം. അമ്മയപ്പന്മാർക്ക് വേണ്ടി അവർ ഒപ്പീസ് ചൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു അനുതി ആയിക്കോട്ടെ, ഒരു അനുതി അങ്ങ് ചൊല്ലുന്നു. അപ്പം നോഹയുടെ നേതൃത്വത്തിൽ ഒരു ഒന്നുമേൽ കുർബാന, അങ്ങനെ നോഹ അനുതിയൊക്കെ ചൊല്ലുന്നു. അതൊക്കെ ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? വാതിലടച്ചാൽ അടച്ചതല്ലേ, അവൻ അടച്ചാൽ ആര് തുറക്കും, അവൻ തുറന്നാൽ ആര് അടയ്ക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ കൃപയുടെ വാതിൽ അടഞ്ഞു. ആ വാതിലങ്ങ് അടഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്ത് 8 പേര്, ബാക്കിയുള്ളവരെല്ലാം പുറത്തുള്ളവരെല്ലാം ന്യായവിധിയിൽ അകപ്പെട്ടു. പിന്നെ ഒപ്പീസോ പരിപാടിയോ വല്ലതും ഉണ്ടോ അവിടെ? അങ്ങനെ പുറത്തായ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്നൊരു ജനം ഉണ്ടായിരുന്നു അന്നെന്നാണ് പറയുന്നത്. ആ 10 ലക്ഷത്തിലധികം വരുന്ന ജനത്തോട് ദൈവം അനീതിയല്ലേ ചെയ്യുന്നത്? ഇവിടെ കുറേ ഓർത്തഡോക്സുകാർക്കും കത്തോലിക്കർക്കും വേണ്ടി ഒപ്പീസും അനുതിയൊക്കെ വെച്ചിട്ട് ആ ആളുകൾക്ക് വേണ്ടി ഒരു കിളിവാതിൽ പോലും തുറന്നു കൊടുത്തില്ല. എങ്ങനെയെങ്കിലും ഇഴഞ്ഞു കയറിയെങ്കിലും വരാൻ പാകത്തിന് ഒരു കിളിവാതിൽ പോലും തുറന്നു വെച്ചു കൊടുത്തില്ല. അത് ന്യായമാണോ അന്യായമാണോ? നിങ്ങൾ ചിന്തിച്ച്. ഈ മനുഷ്യരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ അയ്യം വിളിക്കില്ലേ? കർത്താവേ, നീ പുതിയ നിയമത്തിലെ നിന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒപ്പീസും അനുതയും വെച്ചു. നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയെന്ന്. പക്ഷെ നീ അനീതിയുള്ള ദൈവമാണ്. ആ വചനത്തെ മറികടന്നുകൊണ്ട് അവരുടെ അനീതിയൊക്കെ കേട്ടിട്ട് സർക്കസ് കളിച്ച് നടന്നവനെയൊക്കെ നീ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു ചാൻസ് തന്നില്ല? ഞങ്ങൾ ആ പെരുമഴയിൽ അകപ്പെട്ടപ്പോൾ ഉള്ളുരുകി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഹൃദയം പൊട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. വല്ല വിധത്തിലും ഈ വാതിലൊന്ന് തുറക്കുകയായിരുന്നെങ്കിൽ, വല്ല വിധത്തിലും. ഞങ്ങൾ നോഹയുടെ പ്രസംഗങ്ങളെ അവഗണിച്ചവരാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പുച്ഛിച്ചതാണ്. അതൊക്കെ വാസ്തവം തന്നെയാണ്. അതെല്ലാം ഓർത്തുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നെടുകെ പിളരുകയായിരുന്നു. മാറത്തടിയോടെ വിലാപത്തോടെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മക്കളും ബന്ധുക്കളും എല്ലാം.
ഒരു ചെറിയ അവസരം, ഒരു കച്ചിത്തുരുമ്പ് പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ, ഒരു കച്ചിത്തുരുമ്പ് പോലും. അന്നേരമാണ് ഇവർക്കൊക്കെ അനുദയ ഒപ്പീസൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സഹോദരങ്ങളെ അതിന് മറുപടി കൊടുക്കുക? മറുപടി കൊടുക്കാൻ പറ്റുമോ? മറുപടി ഇത്രയേ ഉള്ളൂ. ദാനിയേൽ 9:14, ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ, ആ വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ chapter 9 verse 14. അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. ഞങ്ങളോ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. ഞങ്ങളോ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ, അവരുടെ പ്രതിനിധിയായ ദാനിയേൽ പറയാണ്, ഞങ്ങൾ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു. ആ കാരണത്താലാണ് ഞങ്ങൾ പ്രവാസത്തിൽ വരേണ്ടി വന്നത്. ഇസ്രായേലിനോട് ദൈവം അങ്ങനെ പെരുമാറിയെങ്കിൽ, നോഹയുടെ കാലത്ത് ഇങ്ങനെ പെരുമാറിയെങ്കിൽ, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ 70 ഏറിയാൽ 80 ഈ ഭൂമി ജീവിക്കാൻ അവസരം കൊടുത്തിട്ട്, അതായത് അച്ചടിച്ച പുസ്തകം കയ്യിൽ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നൊരു കാലം, സാക്ഷികളുടെ ഒരു സമൂഹം ചുറ്റുമുണ്ട്, അങ്ങനെ അനവധിയായ കാര്യങ്ങൾ ചുറ്റോട് ചുറ്റുമുണ്ട്. അതൊന്നും അനുഭവിക്കാതെ, അതിലൊന്നും ഗൗരവം കൊടുക്കാതെ, തനിക്ക് ബോധിച്ചതുപോലെ തോന്നിയതുപോലെ ജീവിച്ചു പോയ ഒരുത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അവനെ അങ്ങ് കയറ്റിക്കൊണ്ട് പോകണമെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന കത്തനാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. എന്തായിരിക്കും ഇവരെയൊക്കെ കാത്തിരിക്കുന്ന ശിക്ഷാവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കൊടും ക്രൂരന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കാളും കടുത്ത ശിക്ഷയായിരിക്കും ഈ പുരോഹിത വർഗത്തിന് ലഭിക്കുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഈ പൗരോഹിത്യ വൃന്ദത്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതിഭയാനകമായ ശിക്ഷയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ജനത്തെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് അവരെ അവരുടെ മതത്തിൻ്റെ അടിമകളാക്കി തീർക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. സകല മനുഷ്യരും ദൈവത്തെ ഭയപ്പെടണം. ഈ ഭൂമി വലുവനായ ദൈവത്തിൻ്റെ ഭൂമിയാണ്. നമ്മളിവിടെ കുടിയെടുപ്പുകാർ മാത്രമാണ്. ഈ ഭൂമിയിൽ ഭയത്തോടും വിറയലോടുമായിരിക്കണം നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടി പ്രവർത്തിക്കണം. അങ്ങനെ ഭയത്തോടും വിറയലോടും കൂടി പ്രവർത്തിച്ച ആളുകളോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ളവർക്ക് നല്ല ഉറപ്പുണ്ട്. അവരാ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. അവരവരുടെ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ബോധ്യത്തിലാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ആ ബോധ്യമില്ലാത്ത ഒരുവൻ ക്രൈസ്തവനല്ല. അവൻ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലെ ചിന്ത എന്താ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനുള്ള വാഞ്ചയിലാണ് അവനിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരണം എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ വാഞ്ച. അങ്ങനത്തെ ചിന്തയിൽ ജീവിക്കുന്ന ഒരുവൻ, അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പരിപാടിയൊക്കെ അവന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാതെയല്ലേ ജീവിച്ചത്? യാതൊരു ബന്ധവുമില്ല. ബന്ധത്തിൻ്റെ തുടക്കം എവിടെയാ? വീണ്ടും ജനനത്തിലാണ്. എപ്പിസ്കോപ്പൽ സമൂഹത്തിൽ ഒരൊറ്റ കുഞ്ഞും വീണ്ടും ജനിക്കുന്നില്ല. അവിടെ പുരോഹിതന്മാർ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾ ഈ 56-ാം ദിവസം നിങ്ങളുടെ മേൽ വെള്ളം തളിച്ചപ്പോൾ ഞങ്ങൾക്കൊരു അധികാരമുണ്ട്, ആ അധികാരത്തിൽ ഞങ്ങൾ വെള്ളം തളിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ജനിക്കും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് ചതിയെന്നല്ലാതെ വേറെ വാക്കുകളൊന്നുമില്ല, ചതിയെന്നല്ലാതെ. അങ്ങനെയാണോ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? കൊരിന്തിൽ കടന്നു ചെന്ന് പൗലോസ് അവരോട് പറയാണ്, നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും നാളെ ഇച്ചിരി തുണിയൊക്കെ ആയിട്ട് പോരെ, ഞാൻ നിങ്ങളെ, അതായത് തുണി എന്തിനാ? ഇച്ചിരി വെള്ളം തളിക്കുന്നതിന് തുണിയുടെ ആവശ്യമുണ്ടോ? ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരു വീഡിയോ കണ്ടില്ലേ, കാത്തലിക്കാണോ ഓർത്തഡോക്സ് ആണോ എന്നറിയില്ല, ഒരു പള്ളി, ആ പള്ളിയിൽ അതായത് ഒരുവനെ അവൻ്റെ 2 കാലേലും കഴുത്തേലും പിടിച്ച ആളുകൾ പൊക്കുന്നു. അവൻ്റെ തല ഒരു ബൗളിൻ്റെ മുകളിലേക്ക് വരുന്നു, ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് അവൻ്റെ തല കൊണ്ടുവരുന്നു. അപ്പം അച്ഛൻ അവൻ്റെ തലയിൽ 2 തുള്ളി വെള്ളം ഒഴിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അച്ഛൻ അവൻ്റെ തലയിൽ 2-3 തുള്ളി വെള്ളം ഒഴിക്കുന്നു, അവൻ വീണ്ടും ജനിച്ചു. അവനിങ്ങനെ നെടുനീളത്തിൽ പിടിച്ചിരിക്കുകയാണ് 3 പേര് കൂടി. അവൻ്റെ തല ഈ പാത്രത്തിന് മുകളിൽ വന്നപ്പോൾ അച്ഛൻ ഇച്ചിരി വെള്ളം അവൻ്റെ തലയിൽ ഒഴിച്ചു. അവൻ മാമോദീസ ഏറ്റു. വലിയ പ്രായമുള്ള ആളാണ്. 56-ാം ദിവസം കൊണ്ടുവരാൻ അപ്പനും അമ്മയ്ക്കും സമയം കിട്ടിയില്ല. സായിപ്പ
അപ്പോൾ അപ്പനും അമ്മയും ആ കാര്യത്തിൽ ഗൗരവം കൊടുത്ത് കാണില്ല. ഇവന് തോന്നി മാമോദീസ ഏൽക്കണമെന്ന്. അപ്പോൾ അച്ഛന് തോന്നി എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തേക്കാന്ന്. ഇതെല്ലാം ആളുകളെ പറ്റിക്കുകയല്ലേ ശരിക്കും. പൗലോസിലേക്ക് കൊരിന്ത്യരോട് എന്താ പറഞ്ഞത്? ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചതെന്നല്ലേ. വെള്ളം തളിച്ചാണോ നിങ്ങളെ ജനിപ്പിച്ചത്? ആണോ? കൊരിന്തിൽ ഞാൻ നിങ്ങളെ വെള്ളം തളിച്ച് ജനിപ്പിക്കുമെന്നാണോ പൗലോസ് പറഞ്ഞത്? ഒരിക്കലും അല്ലല്ലോ. സുവിശേഷം ഘോഷിച്ചു, ആ സുവിശേഷം കേട്ടവർ അത് ഏറ്റെടുത്ത്, അങ്ങനെയല്ലേ രക്ഷയിലേക്ക് വന്നത്, അങ്ങനെയല്ലേ ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിതമായത്. ആ ബന്ധത്തിൻ്റെ ഊഷ്മളത എന്ന വണ്ണമല്ലേ ക്രിസ്തുവിനോട് ചേരുവാൻ അവർ ഉത്സാഹിച്ചത്. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാരാൽ പഠിപ്പിക്കപ്പെട്ടും നയിക്കപ്പെട്ടും അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് വന്നവരല്ലേ ആദിമ വിശുദ്ധന്മാരെല്ലാം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായി ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നില്ലേ? ഞങ്ങൾ നിങ്ങളോട് വചനമല്ലേ പറഞ്ഞു തരുന്നത്? ദൈവത്തെ ഭയപ്പെടണമെന്നല്ലേ പറയുന്നത്? നിങ്ങൾ വീണ്ടും ജനിച്ച മനുഷ്യരല്ലേ? നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരല്ലേ? വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ അഭിഷേകത്തിൽ അത്യധ്വാനം ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെല്ലാം ചത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനിതയല്ല എന്നുള്ള മനപ്പായസം കൊണ്ടിരിക്കുന്നവരാണോ ഞങ്ങൾ? അതിൻ്റെ പേരിൽ ഒരു അനിതയ്ക്ക് 5 രൂപ പണ്ട് കാലത്ത്. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എത്രയായിരിക്കും? 10 രൂപയായിരിക്കുമോ? എൻ്റെ ഒരു യൗവനകാലത്തൊക്കെ ഒരു അനിതയ്ക്ക് 5 രൂപയായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ അത് 5 10 എത്രയാണെന്ന് എനിക്കറിയില്ല. ആ അനിതയും അനിതയുടെ പേരിലുള്ള 5 രൂപയോ 10 രൂപയോ അത് മനപ്പായസം ഉണ്ടെന്നവരാണ് ഈ പുരോഹിതന്മാർ. അതേസമയം വാസ്തവമായി ക്രിസ്തു നിയോഗിച്ചാക്കി അവൻ്റെ അഭിഷിക്തന്മാർ അങ്ങനെ അനിതയിലെ 5 രൂപയെ സ്വപ്നം കാണുന്നവരാണോ? ഒരിക്കലുമല്ല. അവർ നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണ്. അതിനുവേണ്ടി കാംക്ഷിക്കുന്നവരും അതിനുവേണ്ടി വാഞ്ചിക്കുന്നവരുമാണ്. അതിനുവേണ്ടിയുള്ള ഉത്സാഹങ്ങളാണ് സകല നിലയിലും. അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ദൈവദാസന്മാരിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾ. ഈ പ്രോത്സാഹനങ്ങളെല്ലാം എന്തിനാ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ശുദ്ധീകരണത്തിൽ, ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണ്ണ ശുദ്ധീകരണത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. നമ്മൾ ആകാശങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്, മറക്കരുത്. നമ്മൾ ആകാശങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. ആകാശങ്ങളിലൂടെ ജയാളിയായി കടന്നുപോയ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. ആകാശത്തിൻ്റെ അധിപതിയായ സാത്താനോട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട്, അത് പറയൊന്നും വേണ്ട, നോട്ടം മതി. ആ കടന്നു പോകുമ്പോൾ ആ പ്രഭയിൽ തന്നെ, ആ തേജസ്സിൻ്റെ നിലയിൽ തന്നെ അവൻ വഴിമാറി നിൽക്കും. കാരണം എന്താ? ജയാളികളുടെ സംഘമാണ്, കുഞ്ഞാടിൻ്റെ കാന്തയാണ് കടന്നു പോകുന്നത്, ഏകശരീരസ്ഥരായവരാണ് കടന്നു പോകുന്നത്. ആ പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോക്ക് തന്നെയാണ്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണോ അനുദയിക്കുന്നത്? എനിക്കറിയില്ല. ശരിക്കും നമ്മളിങ്ങനെയൊക്കെ ഈ വചനം പഠിച്ചു വന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഒരു വല്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ച് കളയുന്നത്. അല്ലാതെ അച്ഛനോടും കപ്പ്യാരോടും പട്ടക്കാരോടൊന്നും നമുക്ക് ബഹുമാനക്കുറവുണ്ടായിട്ടല്ല. ഇവരെല്ലാം ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണെന്നുള്ള തിരിച്ചറിവിലാണ് പറയുന്നത്. വചനം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുകയാണ്. നാം ആകാശങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്, കേവലം അനുതി ചൊല്ലി പോകേണ്ടവരല്ല. ആകാശങ്ങളിലൂടെ കടന്നു പോകേണ്ട ജയാളികളാണ്, പോരാളികളാണ്. ആ പോക്കിന് മുമ്പാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതിയവനാണ്. അങ്ങനെ പൊരുതി നിന്നവനാണ് ആ പോരാട്ട വീര്യത്തോടു കൂടി ആകാശങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതൊക്കെ ഭാഗ്യകരമായ അനുഭവങ്ങളാണ്. ഈ ഭാഗ്യകരമായ ബോധ്യങ്ങളൊക്കെ ലഭിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ആ കൃപ ചൊരിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞ് ഇരുളിൽ കിടന്നവരാണ്. ഈ അനിതയ്ക്ക് ഒപ്പീസിനൊക്കെ വേണ്ടി അങ്ങനെ സ്വപ്നം കണ്ട് തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യരാണ്. എന്നാൽ ഇന്ന് നമ്മെ ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യാശയിൽ മുൻപോട്ട് പോകുവാനുള്ള ഭാഗ്യകരമായ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാം ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടി ഒരു സമർപ്പണാനുഭവത്തിൽ കർത്താവെ, അനേകർ അവരുടെ തല കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിലും അവിടെ ഇവിടെയൊക്കെ വയ്ക്കുമ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെയും കൊടുങ്കാറ്റിലൂടെയും പലതിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ഭയങ്കരമായ നിരാശപ്പെടുത്താവുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളിൽ വ്യാപരിക്കുന്ന പുനരുദ്ധാന ശക്തിയാൽ ഞങ്ങൾ അനുദിനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഉറച്ച ബോധ്യവും ദൃഢനിശ്ചയത്തോടും കൂടിയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ബലത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ലഭിക്കപ്പെട്ട വെളിപ്പാടുകൾ, ബോധ്യങ്ങൾ, അതിൽ ഉറച്ചു നിൽക്കാം. അവസാന ശ്വാസം വരെ അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.